എൻകൗണ്ടറിൽ ഇന്നത്തെ എന്റെ അതിഥികളെ പരിചയപ്പെടാം. ആദ്യം RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ NK പ്രേമചന്ദ്രൻ MP, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KM ഷാജഹാൻ. എൻകൗണ്ടർ ഇന്ന് ആദ്യം പരിശോധിക്കാൻ പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 2 മണ്ഡലങ്ങളിലെ കേരളത്തിലെ പൊതുരാഷ്ട്രീയ സാഹചര്യമാണ്. അതിനുശേഷമായിരിക്കും മണ്ഡലങ്ങളിലെ സവിശേഷതകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് മേലുള്ള വിലയിരുത്തലാകും സാധാരണത്തേതുപോലെ തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പും എന്നാണ്. ഇത് കാണിക്കുന്നത് ഒരു തുടർഭരണം കിട്ടുമെന്ന സർക്കാരിന്റെ ആത്മവിശ്വാസമാണോ, അതോ സിറ്റിംഗ് സീറ്റുകളായതുകൊണ്ട് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസമാണോ? ആ 2 സീറ്റും നിലവിൽ LDFിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. എന്നാൽ ആ മണ്ഡലങ്ങൾ രാഷ്ട്രീയമായി UDFിന് സ്വാധീനമുണ്ടായിരുന്ന മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അത് LDFിന് കൈവശപ്പെടുത്താൻ സാധിച്ചത്. അത് നിലനിർത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രിയെ ആ തരത്തിൽ പറയാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഗവൺമെൻറ് നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ ജയപരാജയങ്ങൾ സ്വാഭാവികമായി ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു വിലയിരുത്താറുണ്ട്. പ്രതിപക്ഷം അത് തന്നെയായിരിക്കും ശക്തിയായി ഉന്നയിക്കുന്നത്. ആ വെല്ലുവിളി അവർ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിനോടുള്ള വിലയിരുത്തലാണെന്ന് മുഖ്യമന്ത്രി അഡ്വാൻസായി പറയുകയും ചെയ്തിരിക്കുന്നുണ്ട്. അത്ര ആത്മവിശ്വാസം ആ 2 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി വിജയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശ്രീ NK പ്രേമചന്ദ്രൻ, മുഖ്യമന്ത്രി ഇന്ന് പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അത് സിറ്റിംഗ് സീറ്റുകളാണ്, ഇടതുമുന്നണിയുടെ കൈവശം ഇരിക്കുന്ന 2 സീറ്റുകളാണ് എന്നത് മാത്രമല്ല, ഈ സർക്കാരിന്റെ വിലയിരുത്തലാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിലും ഭദ്രമായിരിക്കും ഈ 2 സീറ്റുകളും ഇടതുമുന്നണിയുടെ കൈകളിൽ. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അർത്ഥമെന്ന് UDF എങ്ങനെ ഇതിനെ കാണുന്നു? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെന്ന് നടത്തിയ പരാമർശം ആത്മവിശ്വാസമല്ല പ്രതിഫലിക്കുന്നത്, മറിച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പാർട്ടി സഖാക്കളും പാർട്ടി അണികളും. കാരണം സമീപകാലത്തുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളുടെ മേൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത രൂപത്തിൽ, പ്രതികരിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ സഖാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ കൃത്യമായ വിശദീകരണം പോലുമില്ലാതെ പിൻവാതിൽ നിയമനം ഉൾപ്പെടെ PSC ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരിലും സഖാക്കളിലും ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്ന തന്ത്രപരമായ ഒരു സമീപനം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിച്ചു എന്ന് മാത്രം. കാരണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗവും ഒക്കെ പറയുന്നത് 4.5 വർഷം പൂർത്തീകരിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണപരമായ നേട്ടങ്ങൾ, ജയാപജയങ്ങളെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുണ്ടാകും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, കഷ്ടിച്ച് 3 മാസക്കാലം അല്ലെങ്കിൽ 5 മാസക്കാലത്തേക്ക് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ തികച്ചും ഒരു രാഷ്ട്രീയ മത്സരം തന്നെയാണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ വരുന്ന കാലത്തേക്ക് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നുമല്ല, തികച്ചും ഒരു രാഷ്ട്രീയ മത്സരം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ രാഷ്ട്രീയ മത്സരത്തിൽ 10 മടങ്ങ് ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് സജ്ജമായി കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗവൺമെന്റിനെതിരെ ആ അവിശ്വാസ പ്രമേയത്തിൻ്റെ ചർച്ചയിൽ പോലും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. നിയമസഭയിലാണ് സാധാരണഗതിയിൽ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുക, അതുപോലും ലഭിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ
പൊതുസമൂഹത്തിന് മുന്നിൽ സജീവമായി അവതരിപ്പിക്കാനുള്ള ഒരവസരമെന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ നല്ല രാഷ്ട്രീയ മത്സരമായി കണ്ടുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് എസ് സുരേഷ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തിന് പിന്നിൽ രാഷ്ട്രീയമായി മറ്റൊരു വായന കൂടി സാധ്യമാണല്ലോ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പയറ്റാൻ പോകുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജി ഈ സർക്കാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോവുക എന്നുള്ളതായിരിക്കും. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം ഉന്നയിച്ചു കൊണ്ടുവന്ന വിവാദങ്ങളെ സ്പർശിക്കാതെ വികസനം നടത്തിയ വികസനം എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ പോകുന്നു എന്ന സൂചന ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലുണ്ട്. BJP ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ആത്മവിശ്വാസത്തെ, സർക്കാർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തെ, മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച ആത്മവിശ്വാസത്തെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇലക്ടറൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ ഇനി ഒരു തെരഞ്ഞെടുപ്പിന് സാധ്യതയില്ല എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ടതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉപതെരഞ്ഞെടുപ്പുകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരവും ഈ കേരളത്തിലെ ഈ 2 മണ്ഡലങ്ങളും ഉൾപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശരി, തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ BJPയും 2 മുന്നണികളും അത് ആ തയ്യാറെടുപ്പിൽ നേരത്തെ തന്നെ ആയിരുന്നു. കുറച്ചു കാലമായിട്ട് ഉണ്ടാകില്ല എന്നുള്ള ഇലക്ഷൻ ഉണ്ടാകില്ല എന്നുള്ള വിശ്വാസത്തിൽ അത് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒന്ന് മന്ദീഭവിച്ചിരുന്നു. കൂടുതൽ സജീവമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും. തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികളും ശക്തമായിട്ട് തന്നെ നടത്തും. BJPയും അതിന് സജ്ജമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. NDAയുടെ യോഗങ്ങൾ കഴിഞ്ഞ ദിവസം നടന്നു കഴിഞ്ഞു. ഞങ്ങളും അതുമായിട്ട് വളരെ മുന്നോട്ട് പോവുകയാണ് ഒരു വശം. രണ്ടാമത്, മുഖ്യമന്ത്രി ഇന്ന് കാണിക്കുന്ന ഈ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം അദ്ദേഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഭയാശങ്കകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരായുധമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം നടുക്കടലിൽ ഇങ്ങനെ മുങ്ങിത്താഴുന്ന ഒരു കപ്പലായിട്ട് അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ ഭരണകൂടം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ് ശ്രീ ഗോപികൃഷ്ണൻ. ഇപ്പോൾ നമ്മൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അതോടൊപ്പം തന്നെ നവംബർ, ഈ നവംബർ മാസം തുടർന്ന് വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങൾ, സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലൂടെ ഈ സർക്കാർ കടന്നു പോകാൻ പോകുന്ന മാസങ്ങളാണ്. കാരണം ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അഴിമതികളും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് തന്നെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നു, റെഡ് ക്രസൻറ്റിന് അത് ഒരു NGO അല്ല, അതിന് കേരളവുമായിട്ടൊരു ധാരണാപത്രം ഒപ്പിടാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പലവിധ ഏജൻസികളുടെ പേരിൽ വരും ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് ഇപ്പോൾ കേരളവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ ഇതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഡിപ്ലോമാറ്റിക് ബാഗേജിൻ്റെ പോക്കും വരവിനെയും സംബന്ധിച്ച് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസർ ഫയൽ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ NIAയുടെ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്ന സാഹചര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു. ശരി, താങ്കൾ ഈ പറയുന്നത് ഈ വിവാദ വിഷയങ്ങളാണ് അഡ്വക്കേറ്റ് സുരേഷ്. നമുക്ക് ആ വിവാദ വിഷയങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഈ ചർച്ച കൊണ്ടുവരാം. ഞാൻ ശ്രീ KM ഷാജഹാനിലേക്ക് കൂടി പോയിട്ട് നമുക്ക് ആ വിവാദ വിഷയങ്ങളിലേക്ക് വരാം. ശ്രീ KM ഷാജഹാൻ, ഏതാണ്ട് ഞാൻ നിർത്താം. ഇതേപോലെ വിവാദങ്ങൾ ഇത് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആണ് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അതിര് കടന്നതാണ്. ഇദ്ദേഹത്തിന് വലിയ വില നൽകേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ്. ശ്രീ KM ഷാജഹാൻ, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് വരെ സർക്കാരിന്റെ നില നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ കോവിഡ് കാല സമയങ്ങളിൽ സർക്കാർ നടത്തിയിട്ടുള്ള ആരോഗ്യരംഗത്ത് നടത്തിയ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ആ കാലത്തെക്കുറിച്ച്, ആ സമയത്തെക്കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ സർക്കാർ ഏറെക്കുറെ ഒരു കംഫോർട്ട് സോണിലായിരുന്നു. താങ്കൾക്കറിയാമല്ലോ, ഒരു ഭരണ തുടർച്ച ഏതാണ്ട് ഉറപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് വിവാദ വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളാൽ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നിലവിലെ ഘട്ടത്തിലുണ്ട്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുന്നുണ്ട് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ മേലുള്ള വിലയിരുത്തലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന്. CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച്
അവർ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസത്തെ താങ്കൾ എങ്ങനെ പരിഗണിക്കുന്നു? അത് എത്രത്തോളം കരുത്തുറ്റതാണ്? ഗോപി, എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് പിന്നെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും എന്നാണ്. ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലായിരിക്കും എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ടാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതായത് കോവിഡ് കാലത്ത് പോലും ഒരു തെരഞ്ഞെടുപ്പ് സർവേ വരികയും വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോവുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു സർക്കാരാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നത്. എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്, ദേശദ്രോഹം അന്വേഷിക്കുന്ന പ്രീമിയർ ഏജൻസി ആയിട്ടുള്ള NIA മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ, 1. 2, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് എന്ന് പറയുന്ന ഒരു പ്രീമിയർ ഏജൻസി അന്വേഷണം നടത്തുമ്പോൾ, 3, അനധികൃത സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം അന്വേഷണം നടത്തുമ്പോൾ, 4, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ നാർക്കോട്ടിക് ബ്യൂറോ അന്വേഷണം നടത്തുമ്പോൾ, അങ്ങനെ 4 പ്രധാനപ്പെട്ട കുറ്റങ്ങൾ മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ 4 പ്രീമിയർ ഏജൻസികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ, ആ ഗവൺമെന്റിലെ മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഓഫീസിനെതിരെ, ആ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ഉൾപ്പെടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിൽ താൻ ജയിക്കും എന്ന് ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രി വെച്ച് പുലർത്തുകയാണെങ്കിൽ ഈ 4 അന്വേഷണ ഏജൻസികളും നടത്തുന്ന അന്വേഷണം തനിക്ക് വോട്ടായി മാറും. അതായത് NIA നടത്തുന്ന അന്വേഷണം, കസ്റ്റംസ് നടത്തുന്ന അന്വേഷണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണം, നാർക്കോട്ടിക് ബ്യൂറോ നടത്തുന്ന അന്വേഷണം, ഈ 4 അന്വേഷണങ്ങളും തൻ്റെ സർക്കാരിന് വോട്ടായി മാറുമെന്നുള്ള തികച്ചും തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാവണം അദ്ദേഹം ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാവുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. KM ഷാജഹാൻ, നമ്മൾ കണ്ടതാണല്ലോ ഈ ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിച്ചപ്പോഴും സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് 3.25 മണിക്കൂർ നീണ്ട മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ അതേ തരത്തിലുള്ള അതേ സ്ട്രാറ്റജി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലും സർക്കാർ അവലംബിക്കാൻ പോകുന്നത്. സർക്കാർ പറയാൻ പോകുന്നത് ഈ വിവാദ വിഷയങ്ങൾക്കുള്ള മറുപടി ആകണമെന്നില്ല, മറിച്ച് എന്തൊക്കെ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ജനങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 100 ദിവസത്തെ കർമ്മ പരിപാടിയും താങ്കളുടെ മനസ്സിലുണ്ടാകുമല്ലോ. ഇതിനെല്ലാം മായ്ച്ചു കളഞ്ഞ് ഈ വിവാദങ്ങൾക്ക് മേലുള്ളൊരു ജനവിധി മാത്രമായിരിക്കും ഇത്തവണ ഈ 2 ഉപതെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതെന്ന് എന്തെല്ലാം കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഗോപീഷൻ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ വികസന പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞു. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്നത്. ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്നു, ഈ ഗവൺമെൻറ് ഏത് മേഖലയിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ഈ ഗവൺമെൻറ് വ്യവസായത്തിൻ്റെ മേഖലയിൽ, വ്യവസായം തകർന്നടിഞ്ഞ് കിടക്കുന്ന സംസ്ഥാനത്ത് വ്യവസായത്തിൻ്റെ മേഖലയിൽ എന്താണ് ഈ ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്? കാർഷിക മേഖല പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുന്ന കാർഷിക മേഖലയിൽ ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തിട്ടുള്ളത്? വൻകിട വികസന പ്രവർത്തനങ്ങളുടെ മേഖലയിൽ ഈ ഗവൺമെൻറ് എന്താണ് ചെയ്തിട്ടുള്ളത്? ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് നടത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. കുറച്ച് സാമ്പത്തികത്തിൻ്റെ മേഖല തകർന്ന് തരിപ്പണമായി നിൽക്കുന്നുവെന്ന് തോമസ് ഐസക് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ് സാമ്പത്തിക മേഖല. അപ്പോൾ ഈ മേഖലകളിൽ ഒന്നും ചെയ്തതായി കാണുന്നില്ല. ഇനി ഇത് നമ്മൾ UDF ഗവൺമെന്റുമായും താരതമ്യം ചെയ്ത് നോക്കിയേ. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു UDF ഗവൺമെന്റിന് പറയാൻ? UDF ഗവൺമെന്റിന് മെട്രോ റെയിൽ ഉണ്ടായിരുന്നു, UDF ഗവൺമെന്റിന് വിഴിഞ്ഞം പദ്ധതി ഉണ്ടായിരുന്നു, UDF ഗവൺമെന്റിന് കണ്ണൂർ എയർപോർട്ട് ഉണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ പതിറ്റാണ്ടുകളായി നടത്താത്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ UDF ഭരണകാലത്തുണ്ടായിരുന്നു. എന്നിട്ട് ഗോപികൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? 2 ഇല്ലാ കഥകൾ, സോളാറും ബാർ കോഴയും എന്ന് പറയുന്ന 2 ഇല്ലാ കഥകൾ അല്ലേ തെരഞ്ഞെടുപ്പിൽ വിവാദമായത്?
അതിന്റെ പേരിലല്ലേ UDF ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ പുറകോട്ട് പിന്തള്ളപ്പെട്ടു പോവുകയും എനിക്ക് താങ്കളുടെ ഭാഗം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. എനിക്ക് ശ്രീ ആനത്തലവട്ടമാനന്ദന്റെ മറുപടിയിലേക്ക് പോകാം. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഈ സർക്കാർ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്തെല്ലാം ജനോപകാരപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിവാദ വിഷയങ്ങളിലും നേരത്തെ KM ഷാജഹാൻ എണ്ണി പറഞ്ഞത് സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുമെന്നും അത് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുമെന്നുമാണ്. വിവാദ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ കഴിയുമോ ഇടതുമുന്നണിക്ക്? ഈ ഉന്നയിച്ച വിവാദ വിഷയങ്ങളെല്ലാം ഈ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഫലമായി ഗവൺമെൻറ് രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതാണ്. അവിശ്വാസ പ്രമേയത്തിൽ 3.5 മണിക്കൂർ സമയമെടുത്ത് മുഖ്യമന്ത്രി ഇതിനെല്ലാം എണ്ണി മറുപടി പറഞ്ഞു. എൻ്റെ സുഹൃത്ത് പ്രേമേന്ദ്രൻ പറഞ്ഞു ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. ഞാൻ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാനും പ്രേമേന്ദ്രനും ഒക്കെ ഈ അസംബ്ലിയിൽ ഉണ്ടായിരുന്നതാണല്ലോ. ഈ 3.5 മണിക്കൂർ സമയം ക്ഷമയോടുകൂടി പിൻഡ്രോപ്പ് സൈലൻസിൽ മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെക്കുറിച്ച്, പ്രതിപക്ഷത്തെക്കുറിച്ച് എന്തു പറയണം? അദ്ദേഹം പറയുന്നതൊക്കെ ഇവർക്ക് ബോധ്യമായി. ഞാനോ പ്രേമേന്ദ്രനാണെങ്കിൽ അപ്പം ഇറങ്ങിപ്പോവില്ലേ, ഇപ്പം ബഹളം ഉണ്ടാക്കില്ലേ? നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗ സമയത്ത് ആരെങ്കിലും ഒരു അപശബ്ദം പ്രകടിപ്പിച്ച് കണ്ടോ? സംശയങ്ങൾ ചോദിച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് പോകുന്ന ഒരു സമീപനമല്ലേ പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായത്? അപ്പം കേട്ട് സുഖിച്ചിരുന്ന് തങ്ങളുടെ മണ്ഡലത്തിലൊക്കെ നടക്കുന്ന വികസന പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ട് അത് കൈയടിച്ചു കൊടുക്കുന്ന ഒരു രീതി, വരാൻ പോണ നാളിൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇവർ പറഞ്ഞു കാളമൂത്രം പോലുള്ള പ്രസംഗമൊന്നല്ല, അമൃതേത്ത് പോലെ കഴിച്ച് സുഖമായി നിദ്രയിലാണ്ടുകയാണ് ചെയ്ത് ഈ പ്രതിപക്ഷം ഇരുന്നത്. എന്നിട്ട് അവസാനമാണ് അവർ ഓർത്തത്, അയ്യോ ഞങ്ങൾ പ്രതിപക്ഷമാണല്ലോ, ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നല്ലോ, എന്നാൽ പിന്നെ ഒരു ബഹളം ഉണ്ടാക്കി ഇറങ്ങിപ്പോകാം, ചോദ്യങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊരു മറുപടിയും വേണ്ട എന്ന് പറഞ്ഞതൊക്കെയല്ലേ 3.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത്ര നാണം കെട്ട ഒരു നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്തു പറയുമെന്നാണ് നിങ്ങൾ പറയുന്നത്? വികസന പ്രവർത്തനം സംബന്ധിച്ച് എൻ്റെ ഇവിടെ ഷാജഹാൻ ചില കാര്യങ്ങൾ പറയുമുണ്ടായി. പ്രേമേന്ദ്രൻ ഞാൻ അതേ പറയുന്നുള്ളൂ. ഷാജഹാൻ ചില കാര്യങ്ങൾ പറയുമുണ്ടായി. എന്ത് നേട്ടമാണ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി, എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞല്ലോ. എണ്ണി പറയാൻ ഇവിടെ ഇപ്പം നിങ്ങൾ സമയം തരില്ല, സമയം കിട്ടിയില്ല, അത് ഞങ്ങൾ അവിടെ പറഞ്ഞോളാം. എങ്കിലും ചിലത് പറയട്ടെ. വ്യവസായ രംഗത്ത് ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു? വ്യവസായ രംഗത്ത് UDF ഭരിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരുന്ന കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന വ്യവസായ സ്ഥാപനങ്ങളിൽ ഇപ്പം ആ നഷ്ടം നികത്തി ലാഭത്തിലാക്കി. അതൊരു കുറ്റമാണോ മിസ്റ്റർ ഷാജഹാൻ? കേന്ദ്ര ഗവൺമെൻറ് വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്, ഓരോന്നോരോന്നായി പൂട്ടുന്നു. ആ പൂട്ടുന്ന പോലും പൂട്ടാതിരിക്കാൻ അത് ഏറ്റെടുത്ത് നടത്താൻ ഈ ഗവൺമെൻറ് മനസ്സ് കാണിക്കുന്നു. ആ പൂട്ടുന്നതിനുള്ള തൊഴിലാളികൾക്കടക്കം കോഴിമുട്ട് കാലത്ത് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാനുള്ള സഹായം കൊടുക്കുന്നു. ഇത് ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു പെശകാണോ? ഇവിടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതൊലയ്ക്കുന്നു. ഞങ്ങളത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാകുന്നു. 2 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള 2 നയങ്ങളുടെ പ്രതിഫലനമല്ലേ അത്? കാർഷിക മേഖല തരിശു ഭൂമിയാക്കിയിരുന്ന കേരളത്തെ ഇപ്പോൾ തരിശു ഭൂമി ഇല്ലാത്തത് മുഴുവൻ വിളഭൂമിയാക്കി മാറ്റുന്ന പണി ചെയ്യുന്നത് കണ്ണുള്ളവരൊക്കെ കാണുന്നുണ്ടല്ലോ. നേർബുദ്ധിയുള്ളവർ, കുശാഗ്ര ബുദ്ധിയുള്ളവർ, ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഇത് കാണാതിരിക്കാൻ നോക്കൂ. നെല്ലുൽപാദനം വർദ്ധിപ്പിച്ചു, പച്ചക്കറിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. അതെല്ലാം ഈ നാടിലുള്ള തമിഴ്നാടിന്നോ മറ്റു സംസ്ഥാനങ്ങളിലോ നിന്ന് പച്ചക്കറിയുടെ ലാറി വന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാൻ ഉള്ള കാർഷികോത്പാദന വർധന ഉണ്ടായെന്നുള്ള വിവരം. ഏതായാലും ഇത് നമുക്ക് താങ്കൾ പറഞ്ഞതുപോലെ ഇത് മറ്റൊരു സമയത്ത് നമ്മൾ എണ്ണി പറയേണ്ടതാണ്. ഏതായാലും താങ്കളുടെ പോയിന്റ് ഈ കാര്യത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നി തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇടതുമുന്നണി സജീവമാകാൻ പോകുന്നത്, അങ്ങനെയല്ലേ? അല്ല, അത് ഞാൻ പറയട്ടെ. അപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ അത് മറുപടി പറയണമല്ലോ. പിന്നെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആക്ഷേപങ്ങളും അന്വേഷണങ്ങളും, മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം ഇവിടെ ഇല്ല. മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്ന ഒരാൾ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് കണ്ടിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ആഫീസ് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ആദ്യമേ പറഞ്ഞില്ലേ അഡ്വാൻസായി, എൻ്റെ ആഫീസിലെ ജീവനക്കാരോ എന്നെയോ കുറിച്ച് നിങ്ങൾക്ക് ഏത് അന്വേഷണവും ഏത് ഏജൻസിയെ കൊണ്ട് നടത്താം. അങ്ങനെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ പിണറായി വിജയൻ അല്ലാതെ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിയുടെ പേര് നിങ്ങൾക്ക് പറയാമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3-4 ആൾക്കാരുണ്ടല്ലോ, ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാമോ? അന്വേഷണം നടത്തുന്നുണ്ടല്ലോ.
സ്വർണ്ണക്കടത്ത് ഇപ്പം ആരൊക്കെയാ പ്രതികൾ? മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരാ പ്രതികൾ? അതോ അപ്പുറത്ത് ചർച്ച ചെയ്യുന്ന പാർട്ടിയിലുള്ള ആൾക്കാരോ പ്രതികൾ? ഏതെങ്കിലും ഒരാൾ ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെടുന്നവരാരെങ്കിലും സ്വർണ്ണക്കടത്തിൽ പ്രതിയുണ്ടോ? ഇപ്പം അതെങ്ങനെയെങ്കിലും ഊരിയെടുക്കണം. അതല്ലേ നിങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന? നയതന്ത്ര ചാനലിലൂടെ ബഗേജ് കൊണ്ടുവന്നു. ആ ബഗേജ് കൊണ്ടുവന്നതിനെ സംബന്ധിച്ചിട്ട് ഒന്നാം പ്രതി ആര്? സുരേഷിൻ്റെ പാർട്ടിയുടെ നേതാവായ കേന്ദ്ര സഹമന്ത്രി മുരളീധരനല്ലേ? അദ്ദേഹമല്ലേ പറഞ്ഞത് അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലെന്ന്? അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ NIA അല്ലേ കേസ് ഫയൽ ചെയ്തിരിക്കാൻ ഡിപ്ലോമാറ്റിക് ബാഗേജ് തന്നെന്ന്? അദ്ദേഹം എന്തിനാ അങ്ങനെ പറഞ്ഞത്? സുരേഷിൻ്റെ പാർട്ടിക്കാരനല്ലേ ചാനലിൽ വർക്ക് ചെയ്ത അനിൽ നമ്പ്യാരല്ലേ പറഞ്ഞത്? നിങ്ങൾ സുപ്രീനെ വിളിച്ച് പറയുക ഇയാൾ അറ്റാഷയോട് പറയണം ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലെന്ന് മൊഴി കൊടുക്കണമെന്ന് പറഞ്ഞ്. ഇതെല്ലാം കണ്ടല്ലേ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ലെന്ന് എന്തിനാ പറഞ്ഞത്? ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണെന്ന് NIA എന്താ ഉറപ്പിച്ച് പറഞ്ഞു? ആരാ പ്രതി സ്വർണ്ണക്കടത്ത് കേസിൽ? നിങ്ങൾ ഉന്നയിച്ച ആരോപണം മുഴുവൻ നിങ്ങൾക്കെതിരായി തിരിഞ്ഞു കുത്തുന്നു. അത് ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധൈര്യമായി നിങ്ങൾ വരൂ. ശരി, പ്രേമചന്ദ്രൻ ഒരു സംശയം വേണ്ട. ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ മറുപടി പറയാൻ തയ്യാറാണ് ഇടതു മുന്നണി എന്നാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. നിയമസഭയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് അതിന് മറുപടി നൽകിയവയെ മുഖ്യമന്ത്രി, ഞാൻ ഒരൊറ്റ സെക്കൻഡ് ശ്രീ ആനത്തലോട്ട് പറഞ്ഞത്, ഞാൻ അല്ലെങ്കിൽ ഈ സമയത്തിന്റെ ഒരു ബാലൻസ് ഇല്ലാതായി പോകുന്നത് കൊണ്ടാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഉറപ്പായും താങ്കൾക്ക് പറയാനുള്ളതിന് ഞാൻ സമയം അനുവദിക്കും. ഡെഫിനറ്റ്ലി ഞാൻ സമയം അനുവദിക്കും. ബാലൻസ് വേണം. സമയത്തിന്റെ ബാലൻസ് വേണം. കൊടുക്കുന്ന സമയം എനിക്കും തരുന്നതിന് ബാലൻസ് വേണം. ഉറപ്പായിട്ടുണ്ട്. അത് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് സാർ. ശരി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഏത് വിവാദ വിഷയം വന്നാലും അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് എന്നാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ നമ്മുടെ ഈ ചർച്ചയിൽ പറഞ്ഞത്. പക്ഷേ ശ്രീ KM ഷാജഹാൻ ഉന്നയിച്ചൊരു കാര്യം, അതായത് വിവിധ കേന്ദ്ര ഏജൻസികൾ, 4 കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്ന ഒരു ഗൗരവമായ സാഹചര്യത്തിൽ ഇതെല്ലാം തന്നെ ജനമനസ്സുകളെ സ്വാധീനിക്കുന്ന, അവരുടെ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി മാറും. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് വികസന പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുകയും പക്ഷേ ഇല്ലാ കഥകൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം. ഞാൻ ആ പദത്തെയാണ് കോട്ട് ചെയ്തത്. അതിൻ്റെ പേരിൽ ഈ സർക്കാർ അധികാരത്തിൽ വരാൻ ഇടവന്നു എന്നുള്ളതുമാണ്. ഈ വിവാദ വിഷയങ്ങളിൽ മാത്രം നിന്നുകൊണ്ട്, അതായത് ഇപ്പോൾ അതിലെ 1-2 കാര്യങ്ങൾക്ക് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹത്തിന് വിശദീകരണം നൽകി. ഇതിൽ മാത്രം പിടിച്ചു നിന്നുകൊണ്ട് ഒരു വിജയം സ്വപ്നം കാണുകയാണോ UDF ഈ 2 മണ്ഡലങ്ങളിൽ? ഒരിക്കലുമല്ല. ഞങ്ങൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാദത്തെ ഉൾക്കൊള്ളുന്നു. ആ വെല്ലുവിളിയെ UDF സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുന്നു. ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഗവൺമെൻറ്റിൻ്റെ, LDF ഗവൺമെൻറ്റിൻ്റെയും UDF ഗവൺമെൻറ്റിൻ്റെയും ഭരണത്തിൻ്റെ നേട്ടങ്ങളെ സംബന്ധിച്ചും കോട്ടങ്ങളെ സംബന്ധിച്ചും ഒരു തുലാസിൻ്റെ 2 തട്ടിലിട്ട് തുലനം ചെയ്ത് വിലയിരുത്താൻ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തയ്യാറാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. 4 വർഷം പൂർത്തീകരിച്ചപ്പോൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി തൻ്റെ പേര് വെച്ച് പ്രധാനപ്പെട്ട മുഖ്യധാരാ ദിനപത്രങ്ങളിൽ ആകെ എഴുതിയ ഒരു ലേഖനമുണ്ടല്ലോ, കൃത്യതയോടുകൂടി ഒരു മറുപടി നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേതൃത്വത്തിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആഘോഷത്തോടുകൂടി കൊട്ടിഘോഷിക്കുന്ന കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് ഡിബേറ്റ് ചെയ്യാൻ, സംവദിക്കാൻ ഞങ്ങൾ സന്തോഷത്തോടു കൂടി തയ്യാറാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ ആവർത്തിച്ച് പറയാൻ, അത് ലൈഫ് പ്രോജക്റ്റ് ആയാലും വിദ്യാഭ്യാസ മേഖലയായാലും കാർഷിക മേഖലയായാലും അങ്ങ് സൂചിപ്പിച്ചതുപോലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ VS ഗവൺമെന്റിന്റെ കാലയളവിൽ ലാഭകരമാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്ന വസ്തു ഞാൻ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നത് കൊണ്ടല്ല, അതും വേണമെങ്കിൽ നമുക്ക് ഈ ഗവൺമെന്റിന്റെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാം. തൊഴിൽ മേഖല കമ്പയർ ചെയ്യാം. സാമൂഹ്യക്ഷേമ രംഗത്ത് നിങ്ങൾ നടപ്പാക്കിയിട്ടുള്ള പെൻഷൻ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ, പെൻഷൻ പിൻവലിച്ചതും പെൻഷൻ കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വെട്ടിക്കുറച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ, എന്ത് വികസന നേട്ടം, അത് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. നേരത്തെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അതിനുള്ള സമയം പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ വളരെ പ്രധാനമായും തയ്യാറാണ്. പ്ലസ് അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ KM ഷാജഹാൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തസ്സിനെയും ആഭിജാത്യത്തെയും ഏറ്റവും വലിയ ഈ ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധികാരമേൽക്കുന്നതിന് തലേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം മാത്രം മതി.
കാരണം ഭരണകൂടത്തിന്റെ അധികാരത്തിന്റെ അകത്തളങ്ങളിൽ പലതരത്തിലുള്ള അവതാരങ്ങൾ പ്രത്യക്ഷപ്പെടും, അവരെ മുഴുവൻ ആട്ടിപ്പുറത്താക്കും. നിങ്ങളെന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇപ്പോൾ അവരെല്ലാം കുറ്റക്കാരായി മാറുന്നു. അവരെയൊക്കെ ആക്ഷേപിച്ച് അപഹസിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാതിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചല്ലോ അവിശ്വാസ പ്രമേയത്തിൽ ഏത് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ പറയാം, കേരളത്തിൽ അദ്ദേഹം മറുപടി പറയുന്ന ദിവസം കത്തിനിന്ന വിഷയം ലൈഫ് മിഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ്, കേരളത്തിന്റെ നിയമമന്ത്രി ശ്രീ AK ബാലൻ, അതുപോലെ കേരളത്തിന്റെ ധനമന്ത്രി ശ്രീ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ 4.25 കോടി രൂപയുടെ കമ്മീഷൻ ഈ ലൈഫ് മിഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വടക്കാഞ്ചേരി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു എന്ന ഗൗരവതരമായ ആക്ഷേപം ഉന്നയിച്ചിട്ട് ഒരക്ഷരം ലൈഫ് മിഷൻ പ്രോജക്റ്റിനെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ ആ ചർച്ചയിൽ എഴുതി ഉന്നയിച്ച ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലുന്നതിനുള്ള കത്ത് തയ്യാറാക്കുന്നത് മുതൽ അദ്ദേഹം ഗവർണറെ കണ്ട് കത്ത് സമർപ്പിക്കുന്ന ഘട്ടം മുതൽ തുടർന്നിങ്ങോട്ടുള്ള മുഴുവൻ സമയവും മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായി അദ്ദേഹത്തോടൊപ്പം നിഴൽ പോലെ സഞ്ചരിച്ചിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ M ശിവശങ്കരൻ അദ്ദേഹത്തെക്കുറിച്ച്, സ്വപ്ന സുരേഷിനെ കുറിച്ച്, അരുൺ ബാലചന്ദ്രനെ കുറിച്ച്, തൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒരക്ഷരം കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആരോ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് പോലും ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെയല്ലേ നമുക്ക് ഓർമ്മയില്ലേ, സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, അതുപോലെ CP രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ CPയുടെ സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി സൗ കാനം രാജേന്ദ്രൻ രേഖാമൂലം ഈ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം കെടുത്താൻ നടപടി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പ്രതിരോധിച്ച ഉദ്യോഗസ്ഥൻ, ഏതോ ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കുറ്റം ചെയ്തു, അയാളെ പുറത്താക്കി. തീർന്നോ കുറ്റം? മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഇൻവോൾവ്മെന്റ് മാറിയോ? അദ്ദേഹം നിയമിച്ചത് മുഴുവൻ ആര്? ഞാൻ അതിന്റെ എത്രയോ പ്രാവശ്യം ഞാൻ വളരെ വേഗം ഒന്ന് പോയി. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ബന്ധു നിയമന വിവാദം മുതൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്ന വിവാദങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും UDF ഈ പ്രചാരണ രംഗത്ത് ഉണ്ടാവുക എന്ന സൂചന ഇപ്പോൾ ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞല്ലോ. അതായത് ഈ ഓരോ വിവാദങ്ങളുടെ കാര്യത്തിലും മറുപടി പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അവിടെയാണ് NK പ്രേമചന്ദ്രൻ വികസന കാര്യങ്ങളിൽ സർക്കാരിനെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വിവാദങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല എന്ന സൂചന നൽകുന്നത്. ആനത്തലവട്ടം ആനന്ദൻ. ഗോപികൃഷ്ണൻ, വിവാദങ്ങളെയൊക്കെ ഇതുവരെ നേരിട്ടിട്ടുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വരുമ്പോൾ അതുപോലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. ഇവിടെ ഇവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ മുഴുവൻ വായ്ത്തല പോയതാണ്. ആ വായ്ത്തല മടക്കി കൊടുത്തതാണ് ഇതുവരെ. വീണ്ടും അത് ചർവിതം നടത്താൻ ആവർത്തിക്കുമെന്നുള്ളേ കവിഞ്ഞ് ഇതെല്ലാം കേട്ട് തഴമ്പിച്ചതാണ് കേരളത്തിലെ ജനങ്ങൾ. ലൈഫ് പദ്ധതിയെക്കുറിച്ച്, അതിൻ്റെ കമ്മീഷനെ കുറിച്ച്, ലൈഫ് പദ്ധതിയിൽ 10 നയ പൈസ കേരള ഗവൺമെൻറ്റിൻ്റെ പൈസ ഒരുത്തരം കമ്മീഷൻ കൊടുത്തിട്ടില്ല. UAE ഗവൺമെൻറ്റിൻ്റെ കോൺസുലേറ്റാണ്, അവരാണ് ഇതിൻ്റെ കോൺട്രാക്ടർ നിയോഗിച്ചുള്ളത്. അവർ കൊടുത്തുള്ള കാശിൽ നിന്ന് കോൺട്രാക്ടർ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി നടപടിയെടുക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ് എടുക്കണം. UAE കോൺസുലേറ്റ്, മറ്റൊരു രാജ്യം ഇവിടെ ഒരു വർക്ക് നടത്തുന്നതിന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം അവർ അന്വേഷിക്കണം. കേരള ഗവൺമെൻറ് 10 നയ പൈസയും കമ്മീഷൻ ഒരാളിനും കൊടുത്തിട്ടില്ല. അക്കാര്യം ആവർത്തിച്ച് പറയുന്നു. കമ്മീഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മേൽ നടപടിയാണ്. UAE ഗവൺമെൻറ്, സുരേഷ് ഇവിടെ നേരത്തെ പറയുകയുണ്ടായി അതൊക്കെ ചട്ടവിരുദ്ധമാണെന്ന്. എന്തേ ചട്ടവിരുദ്ധമാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കുന്നില്ല? ഇതേ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഇന്ത്യയിൽ തന്നെ ഗുജറാത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേപോലെ സഹായം കൊടുത്തപ്പോൾ എന്തേ നടപടിയെടുത്തില്ല? അത് ചട്ടവിരുദ്ധമായിരുന്നില്ലേ? അതായത് ഈ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ, ലൈഫ് മിഷൻ പദ്ധതിയിലെയും ഈ വിഷയങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രയോഗിക്കാൻ പോകുന്ന ആയുധങ്ങളാണെങ്കിൽ അത് നിങ്ങളെ കൂടി പ്രതിരോധത്തിലാക്കുന്ന, നിങ്ങളിലേക്ക് തിരികെ എത്തുന്ന മറ്റൊരു ആയുധമായി മാറും എന്നാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ പറയുന്നത്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിൽ നിർത്തിക്കൊണ്ട് ഇതിനെ നേരിടാനായിരിക്കും ഇടതുമുന്നണി ശ്രമിക്കുക. ശ്രീ ഗോപികൃഷ്ണൻ, എനിക്ക് 2 വശത്തോട് പറയാനുള്ളത്. ഒന്ന്, ശ്രീ ആനത്തലവട്ടം ആനന്ദനും മാർക്സിസ്റ്റ് പാർട്ടിക്കൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, അല്പ ജീവവായു കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. അതിന് കാരണം ഈ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ പ്രതിപക്ഷ നേതാവും പിണറായി വിജയനും പരസ്പരം ഉണ്ടയില്ല വെടി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച്
ഈ കേരളത്തെ 10 മണിക്കൂർ സമയം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ആ സമയം പാഴാക്കി എന്നത് ഒരു വസ്തുതയാണ്. അതിനുശേഷം ആ അവിശ്വാസ പ്രമേയത്തിന് തൊട്ടു മുമ്പായിട്ട് കേരളത്തിൻ്റെ വികസനത്തിനെ മുഴുവൻ അട്ടിമറിക്കുന്ന തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും ഒരുമിച്ച് ഈ വികസനം അട്ടിമറിക്കുന്ന രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തി ഐക്യപ്പെട്ടിട്ടാണല്ലോ ഒരു അവിശ്വാസത്തിൻ്റെ ചർച്ച തുടങ്ങിയത്. അപ്പോൾ വികസനം അട്ടിമറിച്ചുകൊണ്ട് ആരംഭിച്ച അവിശ്വാസ ചർച്ചയിൽ അവസാനം പ്രതിപക്ഷം പരാജയപ്പെട്ട് പുറത്തു വരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതിൽ നിന്നുള്ള ഒരു ചെറിയ ആവേശമാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ കള്ളക്കടത്താണെങ്കിലും ശരി, സ്വർണ്ണക്കടത്താണെങ്കിലും ശരി, മയക്കുമരുന്നാണെങ്കിലും ശരി, പഴയ സ്പ്രിങ്ക്ലർ ആണെങ്കിലും ശരി, ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDFകാരും മാത്രമേ ബഹളം വയ്ക്കുന്നുള്ളൂ. രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പിന്തുണ യെച്ചൂരിക്കും പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റിനും ഉണ്ട് എന്നുള്ള കാര്യവും ശ്രീ ആനത്തലവട്ടത്തിന് അറിയാം. അതുകൊണ്ട് ഈ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ജനത്തിനും അറിയാം. കോൺഗ്രസ്സുകാരുടെ നിലപാടുകൾ UDFിൻ്റെ നിലപാടുകളിൽ കൂടുതൽ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്കും അറിയാം. പിന്നെ മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ സോളാർ, ശ്രീ ഷാജഹാൻ അവർകൾ സൂചിപ്പിച്ചതുപോലെ സോളാറും ബാർക്കോഴയും, ഈ സോളാറും ബാർക്കോഴയും UDFിൻ്റെ കാലഘട്ടത്തിലെ വലിയ വിഷയങ്ങളായിരുന്നു. പക്ഷേ LDF 5 വർഷം ഭരിച്ചപ്പോൾ സോളാറും മൂടിവെച്ചു, ബാർക്കോഴയും മൂടിവെച്ചു. അങ്ങനെ മൂടിവെച്ച് ഉമ്മൻചാണ്ടിയെയും UDFിനെയും സംരക്ഷിച്ച ഇടതുപക്ഷത്തിന് ഇനി നാളെ അബദ്ധവശാൽ കേരളത്തിൽ UDF ഭരണം വന്നാൽ പിണറായി വിജയനെയും സ്വപ്നയുടെയും പ്രശ്നങ്ങളും മൂടിവെച്ച് UDF സഹായിക്കുമെന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷേ ശ്രീ ആനത്തലവട്ടം കാര്യങ്ങൾ ആ രീതിയിലേക്കൊന്നും അല്ല പോകാൻ പോകുന്നത്. നേരത്തെ ശ്രീ AM ഷാജഹാൻ പറഞ്ഞതുപോലെ NIAയും കസ്റ്റംസും അതോടൊപ്പം തന്നെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും ഒക്കെ ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ കേരളത്തിൽ കുടുങ്ങാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രമല്ല, നിങ്ങളുടെ AKG സെൻറ്ററും AKG സെൻറ്ററിൻ്റെ അധിപനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബവും ഉൾപ്പെടെ കുടുങ്ങുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇതൊക്കെ പറയുന്നത് ഞാനിതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. നിങ്ങൾ കുറച്ച് മുമ്പ് ശ്രീ വി മുരളീധരൻ പറഞ്ഞതും അദ്ദേഹമാണ് ഇതിന് ഉത്തരവാദിയെന്നൊക്കെ പറഞ്ഞു. ശ്രീ ആനത്തലവട്ടം അങ്ങ് മനസ്സിലാക്കണം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓർഡറിൽ അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. NIA കോടതിയിൽ കൊടുത്ത രേഖയിൽ ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. UAE സർക്കാർ ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും ഡിപ്ലോമാറ്റിക് ബാഗേജ് ദുരുപയോഗം ചെയ്തതെന്ന് ആധികാരികമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആനത്തലവട്ടം അങ്ങ് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യം ഇനിയും ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കരുത്. അവർ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണെങ്കിൽ ഒരു കള്ളക്കടത്തുകാരിയാണെന്നുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിച്ച് അവരെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളിപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ വാദമാണ് ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉന്നയിക്കുന്നത്, കള്ളക്കടത്തുകാരുടെ വാദമാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അഡ്വക്കേറ്റ് സുരേഷ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ആ കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. അനിൽ നമ്പ്യാരുടെ കാര്യം ശരി പെട്ടെന്ന് ചെറിയ വാചകങ്ങൾ. ഈ ഒറ്റ പോയിന്റോടെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് അങ്ങ് പൂർത്തിയാക്കാം. ഈ അനിൽ നമ്പ്യാരുടെ കാര്യം പറഞ്ഞു. അനിൽ നമ്പ്യാരെ ജനം ചാനൽ സ്ഥലത്തുനിന്ന് മാറ്റി നിർത്തുകയും അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നു. ആ അനിൽ നമ്പ്യാരെ സംബന്ധിച്ച് BJP എന്ന് എഴുതിയിരിക്കുന്ന ഒരു പദപ്രയോഗം ഉള്ളത് കൊണ്ട് മാത്രം അത് പത്രക്കാർക്ക് ചോർത്തിക്കൊടുത്ത് സ്വപ്ന സുരേഷിൻ്റെ ശബ്ദരേഖ ചോർത്തിക്കൊടുത്ത മോഡലിൽ അതും ചോർത്തിക്കൊടുത്ത് വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ തന്നെ മൂന്നാം കിട കസ്റ്റം സഖാക്കന്മാരാണ് എന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. നിങ്ങൾ സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ KM ഷാജഹാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുഴുവനായി തന്നെ പരിശോധിക്കുമ്പോൾ താങ്കളിൽ ഞാനൊരു അല്പം സ്വാതന്ത്ര്യമെടുത്ത് താങ്കളോട് ചോദിക്കുകയാണ്. ഒരു പിണറായി വിരുദ്ധത താങ്കളുടെ നിരീക്ഷണങ്ങളിൽ നിഴലിച്ചോ? താങ്കൾ എന്തുകൊണ്ടാണ് സർ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളെ പരിഗണിക്കാതിരുന്നത്? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചവറ മണ്ഡലം എടുക്കാം, അവിടെ കുട്ടനാട് എടുക്കാം. കുട്ടനാടിൽ ഇപ്പോൾ UDF നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. കേരള കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കാൻ സാധ്യതയുള്ള തലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ NDA സംബന്ധിച്ച് BDJSലെ പിളർപ്പ് ഇവരെ സ്വാഭാവികമായി ബാധിക്കാൻ പോകുന്ന സാഹചര്യമുണ്ട്. ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങളെ താങ്കൾ ഒഴിവാക്കിയോ? ഗോപികൃഷ്ണൻ, ഞാൻ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഒഴിവാക്കുകയല്ല ചെയ്തത്. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാത്രമാണ് ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് എന്ന് സംശയലേശ്യമന്യേ
അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഞാൻ പറയുകയാണ്. നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് UDF-നകത്ത് പ്രശ്നം, പിന്നെ BDJS-നകത്ത് പ്രശ്നം, LDF-ലെല്ലാം ഭദ്രം, VS അച്യുതാനന്ദന്റെ ഭാഷയിൽ പറഞ്ഞ എല്ലാം ഭദ്രം. ഇതാണ് നിങ്ങൾ പറഞ്ഞ് വലിപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഞാൻ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഐ വോണ്ട് ടേക്ക് സൈഡ്സ്. ഞാൻ നിങ്ങളെ ഒരു ലിബർട്ടി എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ലിബർട്ടി ഞാൻ പറയുകയാണ്. ഞാൻ പറയുന്നു ഗോപികൃഷ്ണൻ 957 ശേഷം ഇത്ര അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സർക്കാർ കേരളത്തിൽ ഇതുവരെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ടാവില്ല. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു NIA, കസ്റ്റംസ്, എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക്. ഞാൻ പറയുന്നു ബംഗാളിലും ത്രിപുരയിലുമാണല്ലോ പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ട് അധികാരത്തിൽ നിന്ന് പോയത്. ആ സംസ്ഥാനങ്ങളിൽ പോലും ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉയർന്നിട്ടില്ല. ഇവിടെ പാർട്ടി സെക്രട്ടറിക്കെതിരെ അവസാനം വന്ന ആരോപണം എന്താണ്? ഒരു മയക്കുമരുന്ന് കേസിലെ മാഫിയ തലവന്റെ ബിനാമിയാണ് കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ എന്നുള്ള ആരോപണമാണ് വന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ, നേരത്തെ പ്രേമേന്ദ്ര സൂചിപ്പിച്ചു, ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പുറകിൽ നിഴൽ പോലെ നടന്ന മുഖ്യമന്ത്രിയുടെ ബ്ലൂ ഐഡ് ബോയ് ആയിരുന്ന M. ശിവശങ്കരനെ ഈ 3 ഏജൻസികൾ, ഇനി നാർക്കോട്ടിക്കിന്റെ കാര്യം എനിക്കറിയില്ല, നാളെ ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം, എൻഫോഴ്സ്മെന്റും കസ്റ്റംസും NIA-യും, ഗോപികൃഷ്ണൻ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എത്ര മണിക്കൂറാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചോദ്യം ചെയ്തതെന്ന്? എനിക്ക് ഓർമ്മയില്ല. കാരണം എന്തോ 30, 35, 40, 45 എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഇവർ വിളിക്കും എന്നാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ഗോപികൃഷ്ണൻ, ഞാൻ പറയുന്നത് ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകാൻ പോകുന്നത് UDF-ലെ മൂപ്പിളമ തർക്കമോ അല്ലെങ്കിൽ BJP-യുടെ മൂപ്പിളമ തർക്കമോ അല്ലെങ്കിൽ BDJS-ലെ മൂപ്പിളമോ തർക്കമോ അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പറഞ്ഞത് ഞാനിവിടെ ആവർത്തിക്കുന്നു. ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും ഗോപികൃഷ്ണൻ എഴുതി വെച്ചുകൊള്ളൂ, CPM-നെ തറ പറ്റിക്കാൻ പോകുന്നത് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ, കള്ളക്കടത്ത് കൊണ്ട് ഗുണം കിട്ടാത്ത പ്രവർത്തകർ. ശരി, എനിക്കറിയില്ല ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഇത് എഴുതി വെക്കാൻ തയ്യാറാകുമോ എന്ന് എനിക്കറിയില്ല. ശ്രീ ആനത്തലവട്ടം, ഗോപികൃഷ്ണൻ ഒരു സെന്റൻസ് ഈ ഗവൺമെന്റിനെ അധികാരത്തിൽ കയറ്റാൻ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൽഫ്ലെസ് ആയി പ്രവർത്തിച്ച കുട്ടനാട് മണ്ഡലത്തിലെയും ചവറ മണ്ഡലത്തിലെയും സാധാരണക്കാരും ദരിദ്രരും തൊഴിലാളികളുമായിട്ടുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർ, അവരാണ് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഈ പാർട്ടിയെ ഈ 2 മണ്ഡലങ്ങളിലും തോൽപ്പിച്ച് തറ പറ്റിച്ച് തുടച്ചു നിൽക്കാൻ പോകുന്നത് എന്ന് ഞാൻ എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ ശ്രീ, അതാണ് ഞാൻ താങ്കളോട് ഒരു ലിബർട്ടി എടുത്ത് ചോദിച്ചത്. താങ്കളുടെ നിരീക്ഷണം ഒരു പിണറായി വിരുദ്ധതയിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന്. ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ്. ഞാൻ ആ ലിബർട്ടി എടുത്തത് താങ്കളോട്. അല്ല, പിണറായി എനിക്കതിനൊരു മറുപടി തരികയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഗോപികൃഷ്ണനോട് ഞാൻ പറയട്ടെ. ഞാനായിരുന്നു കഴിഞ്ഞ 4-4.5 വർഷക്കാലമായി പിണറായി വിരുദ്ധൻ. ഞാൻ എന്തു പറഞ്ഞാലും പിണറായിയോടുള്ള വിരോധം അത് തന്നെ തെറ്റായിരുന്നു. കാരണം 2001-2006 കാലഘട്ടത്തിൽ ഞാൻ VS അച്യുതാനന്ദനോടൊപ്പം നിന്ന് സമരം ചെയ്തത് സാക്ഷാൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിരുന്നു. ഞാൻ 2001 മുതൽ 2006 വരെ നിന്ന് പോരാടിയ VS അച്യുതാനന്ദൻ നയവ്യതിയാനം കാണിച്ചു എന്ന് എന്റെ മനസാക്ഷി പറഞ്ഞപ്പോൾ VS അച്യുതാനന്ദനെതിരെ പരസ്യമായി നിലപാടെടുത്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കഴിഞ്ഞ 5 വർഷക്കാലമായി പിണറായി വിജയനെതിരെ ഓരോ ദിവസവും ഞാൻ പോരാടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നതനായിട്ടുള്ള ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ നേതാവ് പാർട്ടിയുടെ താല്പര്യത്തിനും ഗവൺമെന്റിന്റെ താല്പര്യത്തിനും എതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പിണറായി ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഗോപികൃഷ്ണൻ ഒറ്റവാചകം. ഞാൻ പിണറായി വിരുദ്ധനായതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാൻ ഗോപികൃഷ്ണനോട് അവസാനത്തെ ഒരു വാചകം പറയുന്നു, ഞാനിപ്പോൾ പിണറായി വിരുദ്ധനല്ല. എന്നെ പിണറായി വിരുദ്ധൻ എന്ന് ആക്ഷേപിച്ചിരുന്നവരും ഷാജഹാൻ, ഞാൻ നേരിടുന്ന പ്രശ്നം, താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന കപ്പാസിറ്റിയിലാണല്ലോ എൻകൗണ്ടറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്കൾ നടത്തുന്ന ഈ നിരീക്ഷണങ്ങൾ, താങ്കൾ നടത്തുന്ന ഈ വിലയിരുത്തലുകൾ, താങ്കൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ താങ്കളുടെ ഈ പെർസ്പെക്റ്റീവ്സ്
ഇതെല്ലാം തന്നെ ഒരു പിണറായി വിരുദ്ധതയിൽ നിന്നുണ്ടാകുന്നതാണോ എന്നതായിരുന്നു എന്റെ ചോദ്യം. അതായത് അതുകൂടി കളേർഡ് ആയിട്ടാണോ ഇതിൽ വരുന്നത് എന്നാ? അല്ല, അതല്ലല്ല, അതായിരുന്നു ഞാൻ താങ്കളോട് ചോദിച്ചത്. കൃഷ്ണ, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനെ ഞാൻ വിമർശിക്കുന്നത്. നാളെ ഗോപികൃഷ്ണൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നാൽ നയവ്യതിയാനം കാണിച്ചാൽ ഗോപികൃഷ്ണനെയും വിമർശിക്കും, അത്രേ ഉള്ളൂ. ശരി, ശ്രീ കെ എം ഷാജഹാൻ. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഈ ഉപതെരഞ്ഞെടുപ്പ് വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് പോയിന്റഡായി ഉന്നയിച്ച ഒരു ആക്ഷേപമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തുകാരുടെ ശൃംഖലയുടെ കണ്ണിയായി മാറുകയും പാർട്ടി സെക്രട്ടറിയുടെ വീട് ഈ മയക്കുമരുന്ന് മാഫിയകളുടെ ശൃംഖലയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് താങ്കളുടെ ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. ഇതേ അടിത്തറയിൽ നിന്നുകൊണ്ടായിരിക്കും സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ UDF അവരുടെ പ്രചരണത്തിന്റെ ഉരുമുഖം പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഇതിനെ നേരിടാനുള്ള ആയുധങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ ഇടതുമുന്നണി? അല്ല, ഗോപികൃഷ്ണൻ്റെ സംശയങ്ങൾ ഏതാണ്ട് തീർന്നു വരെയാണെന്ന് തോന്നുന്നു എനിക്ക്. ഗോപികൃഷ്ണൻ്റെ സംശയം ഷാജഹാൻ ഒരു നിഷ്പക്ഷ നിരീക്ഷകനാണ് എന്ന് താങ്കൾ സംശയിച്ചിരുന്നു. അതല്ലെന്ന് ഇപ്പോൾ തെളിയിച്ചല്ലോ. അദ്ദേഹം പിണറായി വിരുദ്ധനല്ല, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ് എന്ന് തെളിയിച്ചല്ലോ. പാർട്ടി വിരുദ്ധനാണ്. പാർട്ടി വിരുദ്ധതയുള്ള ആൾക്ക് പിണറായി വിരുദ്ധനാകാനേ പറ്റുള്ളൂ. അതല്ലാതെ അത് കറക്റ്റ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ അല്ല. അതിപ്പോ നിങ്ങൾ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് ഷാജഹാൻ പറഞ്ഞ ഒന്നേൽ ഗോപികൃഷ്ണൻ നിയന്ത്രിക്കണം. താങ്കൾ പറയും. അല്ല, അദ്ദേഹത്തിന് പറയാനുള്ള അവസരം വേറെ കൊടുക്കാം. താങ്കൾ പറയും. ഇടപെട്ടില്ലല്ലോ. ഞാൻ ക്ഷമയോടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ 3 പേരും ഷാജഹാൻ അവർ സഹായക രീതിയിൽ ഷാജഹാനെ ഇപ്പം കുറ്റം പറയുന്നില്ല. അവർ 3 പേര് പറയുന്നതിന് ആക്ഷേപങ്ങളും CPM-നെതിരായി ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടാണ് പറയാനും മറുപടി പറയാൻ ബാധ്യതയുള്ള ഒരാളാണ് ഞാൻ. എനിക്കതിനകത്തൊരു വിഷമമില്ല. ഞാൻ പറയാം. നിങ്ങളതിന് സമയം അനുവദിക്കണം. നിങ്ങളതിന് സമയം തരാതെ എനിക്ക് തന്നിട്ടുള്ള അനുവദിച്ചുള്ള പരിമിതമായ സമയത്ത് മറ്റുള്ളവർ ഇടപെടുന്ന ഒരു രീതി, അതൊരു ചർച്ചയ്ക്കൊരു മര്യാദയില്ലാത്ത രീതിയാണ്. അത് പാടില്ല. അത് കൺട്രോൾ ചെയ്യേണ്ടത് ആങ്കറുടെ ജോലിയാണ്. ആങ്കർ ചെയ്യാതിരുന്നാൽ താങ്കൾക്കുള്ള സമയമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എവിടെ ഇടപെട്ടില്ല. എന്നാ പിന്നെ ഞാൻ പറയട്ടെ. അതുകൊണ്ട് നിഷ്പക്ഷ നിരീക്ഷകനാണ് ഷാജഹാൻ എന്നുള്ള നിലയിൽ ഇനിയും നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കാം. കാരണം CPM-ന് തെറി പറയാൻ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കാം. വിളിച്ചോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. ഞങ്ങൾക്ക് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞോളാം. ഇവിടെ അന്വേഷണം നടത്തുന്ന വിവിധ ഏജൻസികൾ അന്വേഷണം നടത്താൻ അന്വേഷണം നടത്താൻ പിണറായി വിജയൻ തന്നെ ക്ഷണിച്ചതാണല്ലോ. ഇവിടെ നിങ്ങൾ പ്രധാനമായും ഇന്ന് ചർച്ചയ്ക്ക് വിളിച്ച ഒരു പ്രധാന കാര്യം കുട്ടനാട് ചവറ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാനെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ 2-3-4 മാസക്കാലമായി നടത്തുന്ന ചർവിണം ഉണ്ടല്ലോ, അതെല്ലാം പൊളിഞ്ഞ് പാളീസായതിൻ്റെ ഛർദ്ദിച്ചതെല്ലാം വീണ്ടും വാരി തിന്നുന്ന ഒരു ചർച്ചയാണ് ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമോ തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യമോ എടുത്തില്ല. അത് ബോധപൂർവമായിരിക്കാം. ആയിക്കോട്ടെ, ഞങ്ങൾക്കത് മറുപടി പറയുന്നൊന്നുമല്ല. ഈ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ലൈഫായാലും സ്വർണ്ണക്കടത്തായാലും സെക്രട്ടേറിയറ്റിലെ തീപിടുത്തമായാലും സ്പ്രിംഗ്ലറായാലും ഇതെല്ലാം ചർച്ച ചെയ്ത് എണ്ണി മറുപടി പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് അസംബ്ലിയിൽ അവസാനം അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ അവിടെയും മറുപടി പറഞ്ഞ് ക്ഷമയോടുകൂടി കേട്ടണ്ടിരുന്ന പ്രതിപക്ഷം തോറ്റു തൊപ്പിയിട്ടുന്ന കാഴ്ച ജനങ്ങൾ കണ്ടാണ്. പിറ്റെന്നാണ് സെക്രട്ടേറിയറ്റ് തീപിടിച്ച് എന്ന് പറഞ്ഞു. അതെന്തായി? ഇപ്പോൾ ഏതെങ്കിലും ഉണ്ടോ? പിന്നെ ഏത് ഏജൻസി അന്വേഷിക്കുന്നതിന് ഇവിടെ ആർക്കെതിരെ? ഞങ്ങൾക്കാർക്കും എതിരില്ല. ഞങ്ങൾ തന്നെ ക്ഷണിച്ചതല്ലേ. ആ ഏജൻസികളൊക്കെ അന്വേഷിച്ചിട്ട് ഞങ്ങൾ അതിന് ലെവലേശം ഞങ്ങൾക്കൊരു കുലുക്കമില്ല. 57 ശേഷമുള്ള ഗവൺമെൻറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കണ്ടുള്ളവർ കാണും, കാതുള്ളവർ കേൾക്കും. ഇത്രയേറെ വികസന പ്രവർത്തനം നടത്തിയ ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പാക്കിയ ഒരു ഗവൺമെൻറ് ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ആണെന്ന് കോമൺ സെൻസ് ഉള്ള ആളിലൊക്കെ സമ്മതിക്കും. എന്ത് ചെയ്തു എന്ന് ചോദിച്ചതിൻ്റെ അക്കമിട്ട് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. അത് ഞങ്ങൾ പറയേണ്ടടുത്ത് ജനങ്ങളോട് പറഞ്ഞോളാം. ഇതിനിടയിൽ ജനങ്ങളോട് പറഞ്ഞും കഴിഞ്ഞിരിക്കുന്നു. കശുവണ്ടി മേഖലയിൽ തന്നെ ശ്രീ പ്രേമചന്ദ്രൻ പറയുകയുണ്ടായി, ഈ ആണ്ടിലെ ഓണത്തിൽ ആരെങ്കിലും കരുതിയോ ഈ കോവിഡ് കാലത്ത് ഒരു പ്രശ്നം? എന്താ UDF നിങ്ങൾ വലിയ പ്രക്ഷോഭണം പറഞ്ഞ് സമരം കൊണ്ടുവന്നല്ലോ. ഈ ഓണക്കാലത്ത് തിരുവോണ നാളുകളിൽ ഏതെങ്കിലും 5 തൊഴിലാളി വിളിച്ചിട്ട് ഏതെങ്കിലും അസംതൃപ്തം വിളിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് സമരം നടത്താൻ കഴിഞ്ഞോ?
എല്ലാ ഓണത്തിനും തിരുവോണത്തിനും വരെ സമരം നടക്കുമല്ലോ. നമ്മളെല്ലാം ഞാൻ നടത്തിച്ചിട്ടുണ്ടല്ലോ. നിലവിളിക്കുന്ന ഗവൺമെൻറ്റിനെതിരായി ഏത് വിഭാഗത്തിനാണ് അസംതൃപ്തി ഉണ്ടായത്? എൻ്റെ സ്നേഹിതൻ പ്രേമേന്ദ്രൻ എന്ന് പറയാമോ? നിങ്ങൾ കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളി വിളിച്ചാൽ വരാമായിരുന്നല്ലോ, അവർക്ക് ആനുകൂല്യം കിട്ടിയില്ലെന്ന്. 600 രൂപ പെൻഷൻ കൊടുത്തിട്ടിരുന്ന അത് മാസം കൊടുക്കാതെ മാസക്കണക്കിന് കുടിച്ചു കൊടുത്തിരുന്ന ഭരണമല്ലേ UDFൻ്റെ ഭരണം? അവിടെ നിന്ന് ഇപ്പോൾ 1400 വർദ്ധിപ്പിച്ചത് കശുവണ്ടി തൊഴിലാളിയുടെ പെൻഷൻ കുറച്ചതാ? 600 1400 കുറച്ചതാ കൂട്ടിയതാ? ഇപ്പോൾ 1400 ആക്കുന്നുണ്ട്. 1300 കൊടുത്ത് ഇനി 100 ദിവസത്തിനിടയിലെ ഭരണപരിഷ്കാരത്തിനിടയിൽ മുഖ്യമന്ത്രി പറയേണ്ട 1400 ആക്കും. 86 ലക്ഷം കാർഡുടമകൾക്ക് ഓണക്കാലത്ത് കിറ്റ് കൊടുത്തത് അത് മോശപ്പെട്ടൊരു പണിയാ? 58 ലക്ഷം പേർക്ക്, നിങ്ങൾ 35 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 58 ലക്ഷം പേർക്ക്, അത് 1-2 പെൻഷൻ വാങ്ങുന്നവരുണ്ടായിരിക്കും, അർഹതയില്ലാത്തവർ വാങ്ങിയവരുണ്ടായിരിക്കും. അതൊക്കെ മാറ്റി 35-ൽ നിന്ന് 58 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തവർ മോശപ്പെട്ട പണിയാ? എന്താണ് പ്രേമേന്ദ്രൻ്റെയൊക്കെ കണക്കൂട്ടലെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെല്ലാം അക്കമിട്ട് പറഞ്ഞത് കേട്ടിട്ട് കൈയടിച്ചിട്ട് ഇറങ്ങിപ്പോയവരല്ലേ നിങ്ങളുടെ മുന്നണി? എന്നിട്ട് ഇവിടെ ഇപ്പോൾ വന്നിരുന്നിട്ട് വീണ്ടും പഴയ ഛർദ്ദിച്ചത് തിന്നെയാണ്. ഉണ്ടാക്കിയ എല്ലാ ആരോപണങ്ങളും നിങ്ങൾ തോറ്റു. സ്പ്രിംഗറിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതി പോയി, ഇപ്പോൾ സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തോ? എന്തെങ്കിലും നടന്നോ? ഏത് കേസിലാണ് നിങ്ങൾ ജയിച്ചത്? തോറ്റ കേസുകളുടെ വക്കീലന്മാരായി വക്താക്കളായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. തോറ്റ കേസുകളുടെ സുരേഷ് പറയുകയുണ്ടായി. സുരേഷ് പറഞ്ഞത് എന്താണ്, ഈ ഏജൻസിയെല്ലാം വന്ന് അന്വേഷിക്കുന്നത്. ഏജൻസി കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയാണ്, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ലൈഫ് പദ്ധതി ആയാലും വിദേശ രാജ്യവുമായി ബന്ധമുള്ള ഒരു കാര്യത്തിലാണ് നടന്നിരിക്കുന്നത്. നിങ്ങൾ എന്താ ഇതുവരെ പറഞ്ഞിരുന്നത് UAE ഗവൺമെൻറ് നമ്മളുമായിട്ടുള്ള ബന്ധം തകർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കോൺസുലേറ്റിൻ്റെ പേരിലല്ലേ നിങ്ങൾ പറയുന്ന സുരേഷ് പറഞ്ഞ അനുസരിച്ച് തന്നെ ആ ഡിപ്ലോമാറ്റിക് ബാഗേജ് കൃത്രിമമായി കൊണ്ടുവന്നതാണെങ്കിൽ റിസീവ് ചെയ്യാൻ വന്ന് കാത്തു നിന്നാര്? കോൺസുലേറ്റിൽ അറ്റാഷേ അല്ലേ? അയാളുടെ പേരിലല്ലേ അത് അയച്ചിരിക്കുന്നത്? അയാളുടെ എന്തൊരു മൊഴിയെടുത്തോ? അയാളല്ലേ എൻ്റെ 2ാം പ്രതിയാകേണ്ടത്? അയാൾ അങ്ങ് പറന്നു പോകാൻ സൗകര്യം കൊടുത്തില്ലേ നിങ്ങൾ? ആരാ ചെയ്യേണ്ടത്? പിണറായി വിജയനാ ചെയ്യേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റല്ലേ ചെയ്യേണ്ടത്? കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ഈ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ളതാ? അതുപോലെ തന്നെ NIA ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ളതാ? അവരെ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് എയർപോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കീഴിലുള്ളതാ? കള്ളക്കടത്ത് നടത്തിയ മുഴുവൻ സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പിടിച്ചു, അപ്പോഴല്ലേ ഇത് പുറത്തു വരുന്നത്? അതിന് ശേഷവും നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താ ജോലി കസ്റ്റംസിൻ്റെ? അതെല്ലാം നടത്തുന്നതിന് കണ്ണടച്ചു കൊടുക്കല്ലേ? അതിൻ്റെ വിഹിതം കിട്ടുമെന്നുള്ളതുകൊണ്ടല്ലേ? സ്വർണം വരുത്തുന്നതിൻ്റെ വിഹിതം കിട്ടുമെന്നുള്ളതല്ലേ കണ്ണടയ്ക്കുന്നത്? എത്ര ടൺ സ്വർണ്ണമാണ് വന്ന് അതിൽ ഈ 35 കിലോ അല്ലേ പിടിച്ചോളൂ? 35 കിലോ പിടിച്ചപ്പോഴല്ലേ ഇത് മനസ്സിലായത് ഇതെങ്ങനെയാണ് വരുന്നത്, ആർക്കൊക്കെയാണ് പോകണമെന്നുള്ളത്? അതിന് പിണറായി വിജയനാണ് ഉത്തരവാദി പറയേണ്ടത്. സെക്രട്ടേറിയറ്റ് വന്ന് അന്വേഷിക്കണം. സെക്രട്ടേറിയറ്റിൽ അവതാരങ്ങൾ വന്നാൽ അവതാരങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ച് പുറത്താക്കിയില്ലേ അവതാരങ്ങൾ കണ്ടെത്തിയപ്പോൾ? അത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയാലും ശരി, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയാലും ശരി, കുറ്റവാളിയാണെന്ന് കണ്ടപ്പോൾ അയാൾക്ക് അവതാരത്തിന്റെ രൂപം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ കെ പ്രേമചന്ദ്രനിലേക്ക് പോട്ടെ. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഇതായിരിക്കും ഇടതു മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉന്നയിക്കുന്ന വിവാദങ്ങൾക്ക് മറുപടി പറയുന്ന ഭാഷയും രീതിയും. അപ്പോൾ ഇനി UDF ഈ തെരഞ്ഞെടുപ്പിൽ ഈ സ്വർണ്ണക്കടത്ത് കേസ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ നേരത്തെ ശ്രീ KM ഷാജഹാൻ പറഞ്ഞതുപോലെ ഇവിടെ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെടുത്തി ഉയർന്നു വരുന്ന വിവാദങ്ങൾ, ഇതിലെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ സ്വഭാവം കൊണ്ടുവരാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു ദ്വിമുഖ സമീപനമായിരിക്കും കേരളത്തിൽ UDF ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കുക. അതിലൊന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റും UDF ഗവൺമെൻറ്റും തമ്മിലുള്ള താരതമ്യം പഠനം തന്നെയാണ്. ഒരു നോൺ പെർഫോമിംഗ് ഗവൺമെൻറ് ആയിരുന്നു പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളം ഭരിച്ചിരുന്ന ഗവൺമെൻറ് എന്നുള്ളത് നിഷ്പ്രയാസം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കേരളത്തിൽ UDFന് കഴിയും. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആനത്തലവട്ടമാനന്ദൻ ഇവിടെ ഉന്നയിച്ച ഒരൊറ്റ ചോദ്യം പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നത്തെ സംബന്ധിച്ചാണ്. കശുവണ്ടി തൊഴിലാളികളുടെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്തൊരു എത്രയോ കാലമായി ലഭ്യമായി കൊണ്ടിരുന്ന ബോണസാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കഴിഞ്ഞ 3 വർഷക്കാലമായി വെട്ടിക്കുറച്ച ബോണസ് കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികൾക്ക് ലഭിച്ചത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. കശുവണ്ടി തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ അടിസ്ഥാന വിഭാഗം തൊഴിലാളികൾ, അവർ വികലാംഗരാണെങ്കിൽ, അവർ വൃദ്ധരാണെന്നുണ്ടെങ്കിൽ
അതുപോലെയുള്ള തരത്തിൽ മറ്റേതെങ്കിലും വിധവയാണെന്നുണ്ടെങ്കിൽ, ഒരു പാവപ്പെട്ട വിധവയാണ്, അവർക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ കശുവണ്ടി തൊഴിലാളിയാണെങ്കിൽ കശുവണ്ടി തൊഴിലാളി പെൻഷൻ കിട്ടില്ല. 2017 ജനുവരി 1 ശേഷമാണ് അവർ റിട്ടയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് കശുവണ്ടി പെൻഷൻ കിട്ടില്ല, അവർക്ക് ലഭിക്കുന്ന വിധവാ പെൻഷൻ മാത്രമേ കിട്ടൂ. ഞാൻ ചോദിക്കട്ടെ, വികലാംഗയായിട്ടുള്ള ദുർബലരിൽ ദുർബലരായിട്ടുള്ള പാവപ്പെട്ട ഒരു കശുവണ്ടി തൊഴിലാളി സ്ത്രീ, അവർ കശുവണ്ടി തൊഴിലാളിയാണ്, വികലാംഗ പെൻഷൻ ലഭിക്കുന്നു എന്നതുകൊണ്ട് കശുവണ്ടി തൊഴിലാളി പെൻഷൻ കൊടുക്കില്ല എന്ന് പറയുന്നത് ഏത് വർഗപരമായ സമീപനമാണ്? അപ്പൊ കശുവണ്ടി വ്യവസായ മേഖലയിൽ എന്തുകൊണ്ട് സമരമുണ്ടായില്ല എന്നങ്ങ് ചോദിച്ചു. COVID-19 പശ്ചാത്തലത്തിൽ സമരം ചെയ്താൽ അപ്പോൾ തന്നെ എപ്പിഡമിക് ആക്ട് അനുസരിച്ച് കേസെടുക്കുമെന്ന് ഹൈക്കോടതിയും സംസ്ഥാന ഗവൺമെന്റും പറഞ്ഞിരിക്കുന്ന കാലയളവിൽ ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 1-ാം തീയതി വരെ ഒരു സമരവും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ കശുവണ്ടി വ്യവസായ മേഖലയിൽ സമരത്തിന്റെ പരമ്പര കൊല്ലത്ത് രൂപപ്പെടുമായിരുന്നു. ഇപ്പോഴും അങ്ങ് മനസ്സിലാക്കണം, 80% സ്വകാര്യ ഫാക്ടറികൾ അടഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കും എന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് 300 ദിവസത്തെ പണി കൊടുക്കുമെന്ന് വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നതിന് ശേഷം 80% ഫാക്ടറികൾ അടഞ്ഞു കിടക്കുന്നു. ആ ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഇന്ന് ESI ഇല്ല, PF ഇല്ല, ആനുകൂല്യങ്ങളില്ല, അവർ തെരുവിലാണ്. അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ നിഷേധിക്കുന്നില്ല. കോർപ്പറേഷൻ ഫാക്ടറികളിലും കാപ്പക്സ് ഫാക്ടറികളിലും നിങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ സപ്പോർട്ടോടുകൂടി കുറെ പണി നൽകി, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ ബഹുഭൂരിപക്ഷം അത് കേവലം 12,000-13,000 തൊഴിലാളികളുടെ കാര്യത്തെ സംബന്ധിച്ചാണ്. ബാക്കി വിഭാഗം തൊഴിലാളികളുടെ ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ അങ്ങ് കാണണം ഒരു തൊഴിലാളി യൂണിയൻ നേതാവ് എന്ന നിലയിൽ. ശരി, ഞാനും ഇടപെടട്ടെ. കാരണം ഇനി നമുക്ക് മുന്നിലുള്ളത് 25 മിനിറ്റാണ് നമുക്ക് മുന്നിലുള്ളത്. നമ്മൾ ഇനി ഈ പൊതുരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തൊക്കെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന, നിങ്ങൾ സജീവമായി നിർത്താൻ പോകുന്ന വിഷയങ്ങൾ എന്ന് നമ്മൾ ഒരു ആദ്യ റൗണ്ടിൽ പരിശോധിച്ചു. നമുക്ക് ഇനി ശരി പറയൂ. തീപിടുത്തത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒറ്റ സെന്റൻസ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണ ഏജൻസിയെ വെച്ചതിന് ശേഷം ആദ്യം നിങ്ങൾ 5 പേരെ കൂടി കോപ്റ്റ് ചെയ്തു, ഇന്നലെ 13 പേരെ കൂടി കോപ്റ്റ് ചെയ്തു. ഇത് മുഴുവൻ ആൾക്കാരും CPM അനുകൂല സംഘടനയായിട്ടുള്ള സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ഭാരവാഹികളാണ്. എന്ത് അന്വേഷണ റിപ്പോർട്ടായിരിക്കും പുറത്തു വരാൻ പോകുന്നത് എന്ന് ഈ രാജ്യത്ത് അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മലയാളികൾക്കും അറിയാം. അവിടെയെങ്കിലും സ്വതന്ത്രവും നീതിയുക്തവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണത്തിന് ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടത്തുന്ന അന്വേഷണത്തിന്റെ ഒരു പാഴ്വേല എത്രമാത്രമുണ്ട് എന്നുള്ളത് നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങൾ ഈ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. 20 സീറ്റും കിട്ടുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെടുപ്പിന് ശേഷം, വോട്ടെണ്ണലിന് മുമ്പ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞത് എത്ര സീറ്റായിരുന്നു, എന്തായിരുന്നു ഫലം? അതുപോലെയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസവും. ആദ്യ റൗണ്ടിൽ നമ്മൾ ഒരു പൊതുരാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി. ഇനി വളരെ കുറച്ച് സമയമാണ് നമുക്ക് മുന്നിലുള്ളത്. നമുക്ക് മണ്ഡലങ്ങളിലേക്ക് പോകാം, അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് പോകാം. UDF-ഉം LDF-ഉം NDA-യും നേരിടുന്ന, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് നോക്കാം. എൻകൗണ്ടറിന് ഈ വിഷയത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കുട്ടനാട്, ചവറ ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഈ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സ്വഭാവം, അവിടുത്തെ സവിശേഷതകൾ എന്തൊക്കെയാണ്, മുന്നണികൾ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും എന്തൊക്കെയാണ് എന്നാണ് ഇനി എൻകൗണ്ടർ പരിശോധിക്കാൻ പോകുന്നത്. ശ്രീ KM ഷാജഹാൻ, താങ്കൾ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വിവാദ വിഷയങ്ങളെക്കുറിച്ച് താങ്കൾ ഇതിനോടകം താങ്കളുടെ നിലപാടും താങ്കളുടെ കാഴ്ചപ്പാടും വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മണ്ഡലങ്ങളിലേക്ക് പോകാം. ആദ്യം കുട്ടനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണ തോമസ് ചാണ്ടി വിജയിച്ചത് 4839 വോട്ടിന്റെ ലീഡിനാണ്. അവിടെ അദ്ദേഹത്തിന്റെ സഹോദരനാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി. അവിടെ സ്ഥാനാർത്ഥി തീരുമാനം ഏതാണ്ട് ആയിക്കഴിഞ്ഞു. പക്ഷെ അവിടെ NDA-ക്ക് വേണ്ടി മത്സരിച്ച BDJS-ന്റെ ദേശീയ സെക്രട്ടറി ആയിരുന്ന സുഭാഷ് വാസു 33,044 വോട്ട് അവിടെ പിടിച്ചിരുന്നു. അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസിലെ ജേക്കബ് എബ്രഹാം ആയിരുന്നു. UDF-ൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം എവിടെ പോകും എന്ന് ഇനിയും നിശ്ചയിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കപ്പെടാത്ത സാഹചര്യത്തിൽ PJ ജോസഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും ഉണ്ടാകുക എന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും അവിടെ വോട്ടുകൾ സമാഹരിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടാൻ പോവുകയല്ലേ UDF? NDA-യെ സംബന്ധിച്ച് BDJS-ലെ പിളർപ്പും അവരെ പ്രതിസന്ധിയിലാക്കിയില്ലേ? ഇടതുമുന്നണിയെ സംബന്ധിച്ച് അനുകൂലമായൊരു സാഹചര്യം ഈ കണക്കുകൾ വെച്ച് നോക്കിയാൽ കുട്ടനാട് ഉണ്ടാകാൻ ഇടയില്ലേ? അല്ല, ഗോപികൃഷ്ണൻ സംസാരിക്കുമ്പോൾ വീണ്ടും ഒരു ഇടതുപക്ഷ ചായ്വ് വരുന്നു.
അത് ഗോപീഷൻ എനിക്ക് തോന്നുന്നു പറയുമ്പോൾ 3 പേരുടെയും പിന്നെ അന്തഛിദ്രങ്ങൾ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നൊരു ഉപദേശം, ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഉപദേശം ഞാൻ ആദ്യം ഒന്ന് നൽകുകയാണ്. അതല്ല, ഞാൻ കണക്കുകൾ വെച്ചാണല്ലോ സംസാരിച്ചത്. അതിനാണ് ഞാൻ കണക്കുകൾ എനിക്കൊരു ഇടതുപക്ഷ ചായ്വ് ഉണ്ടെന്ന് എനിക്ക് പ്രേമചന്ദ്രനോ അഡ്വക്കേറ്റ് എസ് സുരേഷ് പറയുന്നു എനിക്ക് തോന്നുന്നില്ല സർ. അല്ല ഗോപീഷൻ, ഞാൻ കുറച്ച് കാലമായി ഗോപീഷന്റെ ചാനൽ വന്നിട്ട് അതിൻ്റെ ഒരു കുഴപ്പമായിരിക്കാം. എന്തായാലും ഞാൻ പറയട്ടെ, ഗോപീഷൻ പറഞ്ഞ യു ഡി എഫിനകത്തെ പ്രശ്നങ്ങളുണ്ട്, ചർച്ച ചെയ്യേണ്ടതാണ്. BJPക്കകത്തുള്ള പ്രശ്നങ്ങളുണ്ട്, ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അതോടൊപ്പം തന്നെ LDF ഇത്രയും വലിയ ഭീഷണി നേരിടുകയാണ് എന്നുള്ളതും, 2 തോമസ് ചാണ്ടി എന്ന് പറഞ്ഞ ഒരു നേതാവ്, അദ്ദേഹവും ഒരു വലിയ കുത്തക മുതലാളിയായിരുന്നു. പക്ഷെ കുറച്ചു കാലമായി അദ്ദേഹം പേരിനെങ്കിലും NCPയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ LDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് തെറ്റാണോന്ന് എനിക്കറിയില്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തോമസ് ചാണ്ടിക്ക് കൊടുത്തൊരു സീറ്റിൽ തോമസ് ചാണ്ടിയുടെ സഹോദരൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഒരു അഡ്രസ്സ് അവിടെ ഉണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയപ്പോഴും അവിടെ രാഷ്ട്രീയമില്ലാത്ത എൻ്റെ ചില സുഹൃത്തുക്കൾ പോലും പറഞ്ഞത് ഷാജഹാൻ തോമസ് ചാണ്ടിയുടെ അനിയനാണെങ്കിൽ ഈ ഗോപി വരച്ചാൽ മതി എന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ അന്ന് പോയപ്പോൾ പറഞ്ഞത്. ഗോപികൃഷ്ണൻ പറഞ്ഞ 1-2 കാര്യങ്ങളോട് ഞാൻ ഭാഗികമായി ഞാൻ യോജിക്കുന്നു. ഈ സുഭാഷ് വാസു 30,000-ലധികം വോട്ട് പിടിച്ച ഒരു മണ്ഡലമാണ് ആ മണ്ഡലം. ആ മണ്ഡലത്തിൽ ഒരുപക്ഷെ നാളെ സുഭാഷ് വാസു വീണ്ടും വന്നുകൂടായികയില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന BJPക്ക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം, അനുകൂല സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം BJP അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു BJPക്ക് ആലപ്പുഴ ജില്ലയിലെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് കുട്ടനാട് മണ്ഡലത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം UDFനകത്ത് ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. പക്ഷേ UDFനകത്ത് ഇപ്പോൾ നടക്കുന്ന ചലനങ്ങൾ ജോസ് കെ മാണിക്ക് അനുകൂലമാകാൻ ഇടയുണ്ടോ എന്നൊരു സംശയം എന്നെ ബാധിക്കാതിരിക്കുന്നില്ല. പക്ഷേ UDF എന്ന് പറഞ്ഞ സംവിധാനത്തിന് ഒരു ജയസാധ്യത അവർ മുൻകൂട്ടി കാണുന്നത് കൊണ്ട് അവരവരുടെ അന്തഛിദ്രമെല്ലാം മാറ്റിവെച്ച് ഒറ്റ പാർട്ടിയായി വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഞാൻ നിഷ്പക്ഷ നിരീക്ഷകനല്ല എന്ന് ആനത്തലോട്ട് ആനന്ദ സഖാവ് പറഞ്ഞു. ഞാൻ നിഷ്പക്ഷനല്ല, എനിക്ക് നിലപാടുകളുണ്ട് എന്ന് മാത്രമല്ല, നിഷ്പക്ഷൻ എന്ന് പറയുന്ന ഒരു നിർവചനത്തിന് പോലും ഒരു പ്രസക്തിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എയും ബിയും ശരിയല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നിൽ A അല്ലെങ്കിൽ B, ഞാൻ അതിലേക്ക് പോവുകയില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ പ്രകടനവും ആ പാർട്ടി നേരിടുന്ന അഴിമതികളുമാണ്. ഞാനിപ്പോൾ നോക്കുകയായിരുന്നു, അഴിമതി മുക്ത നമുക്ക് വേണം പുതു കേരളം, മതനിരപേക്ഷ അഴിമതിരഹിത വികസിത കേരളം എന്നായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയുടെ തലവാചകം. ആ തലവാചകം ശരിയായിരുന്നുവെന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം CPMന് വലിയൊരു ബാലികേറ മല തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുട്ടനാട്ടിലെ CPMന്റെ വോട്ടർമാരെ, ഇടതുപക്ഷത്തിന്റെ വോട്ടർമാരെ ആയിരിക്കണം ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ശരി, ഈ നിഷ്പക്ഷത എന്ന് പറയുന്ന പദപ്രയോഗത്തോട് താങ്കൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ ബാലൻസിങ് എന്ന് പറയുന്ന ഒരു ആക്ട് ഈ ചർച്ചയിൽ നമുക്ക് പുലർത്തേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഒരു AB സിദ്ധാന്തം അവതരിപ്പിച്ചൊരു ഒരു സിദ്ധാന്തം എന്ന നിലയിൽ ഞാൻ അതിനൊരു ABC സിദ്ധാന്തം എന്ന് പറയാം. കാരണം ഈ 3 ഇതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് അതിനൊരു ABC സിദ്ധാന്തം എന്ന് പറഞ്ഞ് അതിന് കുറെ കൂടി യുക്തിഭദ്രമായ രീതിയിൽ ബാലൻസ് ചെയ്തോളൂ. അല്ലല്ല, ഞാൻ പറയാം, ബാലൻസ് ചെയ്യുന്നതിനെ എതിർത്തല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. ശരി, അഡ്വക്കേറ്റ് എസ് സുരേഷ്, കുട്ടനാട് മണ്ഡലത്തെ കുറിച്ച് പറയുമ്പോൾ അത് 3-ാം സ്ഥാനത്തായിരുന്നു BJP. അന്ന് സുഭാഷ് വാസു നേടിയെടുത്ത വോട്ടുകൾ 33,044 മോശമല്ല. ആ സുഭാഷ് വാസു പക്ഷേ ഇന്ന് നിങ്ങൾക്കൊപ്പമില്ല. അപ്പോൾ BDJS തുഷാർ വെള്ളാപ്പള്ളി വിഭാഗത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ BJPക്ക് മുൻപുണ്ടായിരുന്ന അത്രയും പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുമോ കുട്ടനാട്? ശ്രീ ഗോപീഷൻ, 2 രീതിയിലാണ്. ഒന്ന് അവിടെ NDA, ഞാനതാണ് പറഞ്ഞത്, NDA ആണ് മത്സരിക്കുന്നത്. BDJSന് കൊടുത്തിരിക്കുന്ന സീറ്റാണ്. ഇപ്പോൾ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ BDJS ആണ് അവിടെ മത്സരിക്കുക എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞ ദിവസം NDAയുടെ യോഗം കൂടിയിട്ട് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. BDJSും അകത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമാണ് BJPക്കും അതോടൊപ്പം തന്നെ BDJSനും NDAയ്ക്കും ഉള്ളത്. അത് ഞങ്ങൾ ആ രീതിയിൽ തന്നെ ജനങ്ങളോട് ഞങ്ങൾക്ക് ആത്മവിശ്വാസത്തോട് പറയാൻ സാധിക്കും. അത് പാർട്ടിക്കകത്തുള്ള ഇന്റേണൽ പ്രശ്നങ്ങൾ അത് തെരഞ്ഞെടുപ്പിനെയോ അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനത്തിനെയോ ബാധിക്കില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് നിരവധി മണ്ഡലങ്ങളിൽ 30,000-ൽ കൂടുതൽ വോട്ട് ലഭിച്ചിരുന്നു. ആ മണ്ഡലങ്ങളിൽ ഒന്നാണ് കുട്ടനാട് മണ്ഡലം. കുട്ടനാട് മണ്ഡലത്തിലെ 13 പഞ്ചായത്തുകളിലും BJPക്ക് ശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേക ചുമതല നോക്കുന്ന ഒരു സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആ പഞ്ചായത്തുകളിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെ BDJSൻ്റെ സ്ഥാനാർത്ഥി ആണ്, NDAയുടെ സ്ഥാനാർത്ഥിയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയെ വലിയ മുന്നേറ്റം നടത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ BDJSന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി BDJS എന്ന് പറയുന്നത് ഞങ്ങളുടെ NDAയുടെ സംസ്ഥാന കൺവീനർ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന BDJS ആണ് NDAയുടെ ഭാഗമായിട്ടുള്ളത്. അദ്ദേഹമാണ് NDAയുടെ കൺവീനർ, സംസ്ഥാന കൺവീനർ. ചെയർമാൻ എന്ന് പറയുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ്. കൺവീനർ BDJSന്റെ സംസ്ഥാന അഖിലേന്ത്യാ അധ്യക്ഷൻ. അഡ്വക്കേറ്റ് സുരേഷ്, ഒരുപക്ഷെ നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി അവിടെ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾ അവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് പ്രക്രിയ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകമായി മാറുന്ന സന്ദർഭത്തിൽ BDJSനെ സംബന്ധിച്ചിപ്പോൾ NDA സംബന്ധിച്ച് അത് നിങ്ങൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയില്ലേ? പ്രത്യേകിച്ച് അവിടെ ഇടതുമുന്നണിയുമായി ഒരു അടുപ്പം പുലർത്തുന്ന തരത്തിൽ ഉള്ള പെരുമാറ്റം വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായത് നമ്മൾ കണ്ടതാണ് ഈ അടുത്ത സാഹചര്യങ്ങളിലൊക്കെ. നിങ്ങൾ ആ തരത്തിൽ ഒരു ആശങ്ക നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടോ അഡ്വക്കേറ്റ് സുരേഷ്? അല്ല, SNDPയുടെയും അതോടൊപ്പം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെയും നിലപാടുകൾ സ്വാഭാവികമായിട്ടും BDJSനെ അനുകൂലിക്കുന്ന ഒരു നിലപാടായിരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം അദ്ദേഹം ചില സമയത്തൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ പിന്നെ തിരുത്തിയിട്ടുള്ള ഒരു ചരിത്രവും കൂടി ഗോപികൃഷ്ണൻ പോലെയുള്ളവർക്ക് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ NDAയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അവസരങ്ങളാണ്. ഈ 1 1 2 എന്നുള്ളതല്ല തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കണക്ക്. അതിലപ്പുറം ഓരോ സാഹചര്യത്തിലും BJP ഉയർത്തുന്ന NDA ഉയർത്തുന്ന നിലപാടുകൾക്കനുസരിച്ചുള്ള വോട്ട് വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം അങ്ങേ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തിൽ LDF സർക്കാരിനെതിരായിട്ട് BJP എടുത്തിരിക്കുന്ന നിലപാട്, ആ നിലപാടിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഒരു അംഗീകാരം BJPക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുണ്ട്. അത് മുമ്പ് ഈ LDFും UDFും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ഒരു കീഴ്വഴക്കത്തിന് വിരുദ്ധമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ അഴിമതി മുക്തവും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന സമീപനത്തിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ സധൈര്യം വന്ന് അന്വേഷണം നടത്തുകയും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തുകയും പ്രതികളും അതുമായി ബന്ധപ്പെട്ടവരും ഈ കേരളത്തിൻ്റെ ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണെങ്കിലും AKG സെൻറ്ററിലാണെങ്കിലും ഇന്ദിരാഭവനിലാണെങ്കിലും എവിടെ ഇരുന്നാലും അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു സർക്കാർ, ഒരു അന്വേഷണ ഏജൻസി രാജ്യത്തുണ്ട് എന്നുള്ളൊരു വിശ്വാസം കേരളത്തിലെ പൊതുസമൂഹത്തിന് വന്നിട്ടുണ്ട്. അത് ഈ കാലങ്ങളായിട്ട് 10-60 വർഷക്കാലമായിട്ട് LDF UDFും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തു പോയ ആ പാരമ്പര്യത്തിന് വ്യതിരിക്തമായിട്ടുള്ള ഒരു സമീപനമാണ്. ആ സമീപനത്തിന് സ്വാഭാവികമായിട്ടും കേരളം അംഗീകരിക്കും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ, UDFന്റെ സീറ്റ് കുട്ടനാട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായിരിക്കുമോ? ഈ 9-ാം തീയതിക്ക് മുൻപ് മുന്നണി യോഗം ചേർന്ന് ഈ കാര്യങ്ങളിൽ കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത് UDF കൺവീനർ ബെന്നി ബെഹനാൻ. ഏതറ്റത്ത് നിന്ന് തുടങ്ങും നിങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ച? ആ ഒരു പ്രതിസന്ധിയില്ലേ UDFന്? ഇല്ല, UDFന്റെ കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചൊക്കെ ഏറെക്കുറെ വ്യക്തമായ ധാരണ വളരെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ആ ധാരണ എന്ത് എന്നുള്ളത് ഔദ്യോഗികമായി UDFന്റെ സംസ്ഥാന സമിതി യോഗം അംഗീകരിക്കാത്തത് കൊണ്ട് അത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു കല്ലുകടി പോലും ഉണ്ടാകില്ല.
വളരെ വളരെ സുതാര്യതയോടുകൂടി എല്ലാവരുടെയും സ്വീകാര്യതയോടുകൂടി തന്നെ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥി കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കാരണം മണ്ഡലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞു UDFിനകത്തുള്ള അന്തഃഛിദ്രം. സത്യത്തിൽ അങ്ങനെയല്ല. ഇത്രയും കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി UDF പ്രവർത്തിച്ചിട്ടുള്ള ഒരു കാലഘട്ടം സമീപത്തൊന്നും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, എപ്പോഴെല്ലാം UDF കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി പ്രവർത്തിച്ചിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4.5 വർഷക്കാലത്തെ ഭരണത്തിൻ്റെ തിക്തഫലം നല്ലതുപോലെ അനുഭവിക്കുന്ന UDFിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘടനാപരമായിട്ടുള്ള വൈജാത്യങ്ങളുമൊക്കെ വിസ്മരിച്ച് ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അതിലൊരു സംഘടനാപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഗോപികൃഷ്ണൻ്റെ അസസ്മെൻറ്റ് ശരി തന്നെയാണ്, ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം കേരള കോൺഗ്രസിനകത്തുള്ള തമ്മിൽ തർക്കം അല്ലെങ്കിൽ ഭിന്നിപ്പിൻ്റേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഒരു പക്ഷേ ഇന്ന് നാളെ ഒരു പക്ഷേ CPMനോടൊപ്പം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് പോകുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അത് കേരള കോൺഗ്രസ് ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ്. പക്ഷേ മാധ്യമ വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ അത് ധാരണയായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഓരോ വാർത്തകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന അതാണ്. അങ്ങനൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പോലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ സജീവമായി രംഗത്ത് വരും. നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല എന്നുള്ളത് ഒരുപാട് അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതു രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ചാ വിഷയമാകുന്നത്. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഒരു ഐക്യം, കെട്ടുറപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അമിതമായ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അലംഭാവം ഉണ്ടാകില്ല. എന്നാൽ കൂടുതൽ കെട്ടുറപ്പോടെ ഐക്യത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ കഴിയും. സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ 2 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ഉണ്ടാകില്ല എന്ന കാര്യം വളരെ വളരെ വ്യക്തമാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസ് ആണ് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത്. പക്ഷേ NCP നേതൃത്വം ആ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിൽ ചില ഈ AK ശശീന്ദ്രൻ നേരത്തെ അത് പറഞ്ഞതിലൂടെ ചില അസ്വാരസ്യങ്ങളെല്ലാം പീതാംബരം മാസ്റ്റർ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ കുട്ടനാട്ടിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ ശ്രീ NK പ്രേമചന്ദ്രൻ പറഞ്ഞു UDFിനകത്തുള്ള അർദ്ധചിത്രങ്ങളൊന്നും തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കാൻ പോകുന്നില്ല. കാരണം അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞുവെന്നാണ്. ജോസഫ് വിഭാഗത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നു. ഇടതുമുന്നണി ആ സാഹചര്യങ്ങളെ മൊത്തത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ഇടതുപക്ഷ മുന്നണിയെ ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിക്കുകയുണ്ടായി. അവിടെ സാധാരണഗതിയിൽ ഒരു മുന്നണിയുടെ ഘടകകക്ഷി മത്സരിച്ച് ജയിച്ചിരുന്ന ഒരു മണ്ഡലം ആ ഘടകകക്ഷികൾക്ക് തന്നെ ആയിരിക്കും ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുക. സ്ഥാനാർത്ഥി തീരുമാനിക്കേണ്ടത് ആ ഘടകകക്ഷിയാണ്. അത് അവർ തീരുമാനിച്ചാൽ ആരെ തീരുമാനിച്ചാലും അവരെ ജയിപ്പിക്കാനുള്ള പണി ഇടതുപക്ഷ മുന്നണി സ്വീകരിക്കും. അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ എൻ്റെ സ്നേഹിതൻ പ്രേമേന്ദ്രൻ പറഞ്ഞു, ഈ കോവിഡ് നിയന്ത്രണമുള്ളത് കൊണ്ട് എപ്പിഡമിക് ആക്ട് അനുസരിച്ച് കേസെടുക്കുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കശുവണ്ടിത്തൊഴിലാളികളുടെ സമരം സംഘടിപ്പിച്ചില്ല. കോവിഡ് നിയന്ത്രണമുള്ളപ്പോൾ എപ്പിഡമിക് ആക്ട് അനുസരിച്ച് കേസെടുക്കുമ്പോൾ തന്നെ ഈ തലസ്ഥാന നഗരിയിലും കേരളത്തിലും എത്ര സമരമാണ് UDF നടത്തിയത്? അത് കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് പലയിടത്തും സമരം നടത്തി. അതിന് വ്യത്യസ്തമായി പോലും നടത്തിയല്ലോ. ഇവിടെ 5 കശുവണ്ടി തൊഴിലാളികൾ വിളിച്ചുകൊണ്ട് വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരുത്താൻ കിട്ടിയില്ലല്ലോ, ഇരുത്താൻ സാധിച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ ഓണക്കാലത്ത് അങ്ങനെ ഒരു വിഭാഗവും അസംതൃപ്തരായി ഇല്ലായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളൊക്കെ പൂട്ടിക്കിടക്കുന്നു. ഇന്ന് മുതലേയുള്ളതല്ല. ശ്രീ പ്രേമേന്ദ്രൻ കൊല്ലത്ത് ആ വസ്തുത ശരിക്കും അറിയാവുന്നതാണ്. അത് സ്വകാര്യ മുതലാളിമാരുടെ കശുവണ്ടി ഫാക്ടറിയാണ്. സർക്കാരിൻ്റേതെല്ലാം നടന്നു. കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരം കൊടുത്തു, കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുത്തു, കൂടുതൽ ആളുകളെ നിയമിക്കുകയൊക്കെ ചെയ്ത്. ഞാനൊരു കാര്യം പറയട്ടെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രേമേന്ദ്രനും അപ്പുറത്തുള്ളവരും ഒക്കെ പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടല്ലോ കേന്ദ്രത്തിൻ്റെ. ആ കേന്ദ്ര ഗവൺമെൻറ് 80,000 BSNL ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ട് രോഷമുണ്ടോ? ഇപ്പോൾ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടാൻ പോകുന്നുണ്ട്. നിയമനമേ ഇല്ല. 14 കോടി ആളുകൾക്കാണ് ഈ കോവിഡുമായി ബന്ധപ്പെട്ടോളം ILOയുടെ കണക്കനുസരിച്ച് ഇവിടെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വല്ല ദുഃഖമുണ്ടോ? സാമ്പത്തിക തകർച്ചയുടെ കാര്യം 14% GDP ഇപ്പം മൈനസായി പോകുന്നത്. ജനങ്ങളുടെ ജീവിതം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ദുഃഖം ഇതെല്ലാം പെരുകി വരികയല്ലേ. അപ്പോഴും ഇവിടെ കേരളത്തിലെ ജനങ്ങൾ പട്ടിണി അറിയാതെ, അന്നം മുട്ടാതെ എല്ലാ വീടുകളിലും
ഞാൻ പ്രേമേന്ദ്രനെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു വീടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എത്ര കോടി രൂപയുടെ സാധനങ്ങളാണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴും റെഗുലറായി വീണ്ടും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു 4 മാസം ഈ സൗജന്യ കിറ്റ് വിതരണവും അരി വിതരണവും എല്ലാം നിർബാധം നടത്തും. വികസന പ്രവർത്തനങ്ങൾ ഞാൻ 1,40,000 ആളുകൾക്ക് പുതുതായി ജോലി കൊടുത്തില്ല. PSC മുഖേന 16,000 പുതിയ തസ്തിക സൃഷ്ടിച്ചില്ലേ? ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനം നിങ്ങൾ കാണാതിരിക്കാൻ കഴിയുമോ? അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം കാണാതിരിക്കാൻ നോക്കൂ. 40,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി ഹയർ സെക്കൻഡറിയിലും SSLCയിലും വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്ന ഈ മാറ്റം അതൊക്കെ ഈ ഗവൺമെൻറ് കാലത്ത് നടന്നതല്ലേ? അതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്നവരല്ലേ ചവറയിലും കുട്ടനാടുമുള്ള സാധാരണ ജനങ്ങൾ? അവരൊക്കെ നിങ്ങൾ ഈ പറയുന്ന എല്ലാ കഥകൾ കേട്ട് മറിച്ച് വോട്ട് ചെയ്യുമെന്നാണോ? ശരി, ശ്രീ ആനന്ദലോട്ട് ഞാൻ ഇടപെടുകയാണ്. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട സമയമാണ്. അതിനിടയിൽ ശ്രീ NK പ്രേമചന്ദ്രൻ ശ്രീ ആനന്ദലോട്ട് മാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന് എന്തൊരു വിയോജിപ്പ് രേഖപ്പെടുത്താൻ കൈപ്പൊക്കിയിരുന്നു. ഞാനത് കണ്ടിട്ടുണ്ട് സാർ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NK പ്രേമചന്ദ്രൻ, എവിടെയായിരുന്നു താങ്കൾക്ക് നേരത്തെ വിയോജിപ്പ്? ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ സൗകര്യമായി. അല്ല, ഞാനൊരു വാദം ഉന്നയിക്കാനാണ്. ബഹുമാനപ്പെട്ട ആനന്ദലോട്ടം അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തോടുള്ള വിയോജിപ്പ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ UDF ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ അവസാനത്തെ 1 വർഷം സ്വകാര്യ ഫാക്ടറികൾ അടക്കമുള്ള കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടന്നപ്പോൾ ഇന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടന്നു. ആ സമരത്തിൽ അവർ പറഞ്ഞിരുന്നത് കേരളത്തിലെ UDF ഗവൺമെൻറ്റും കശുവണ്ടി മുതലാളിമാരും തമ്മിലുള്ള രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ അണ്ടിയാപ്പീസുകൾ മനഃപൂർവ്വമായി അടച്ചിട്ടിരിക്കുന്നു. വർദ്ധിപ്പിച്ച മിനിമം കൂലി കൊടുക്കാതിരിക്കാൻ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അടഞ്ഞു കിടക്കുന്ന അണ്ടിയാപ്പീസുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കും. തുറക്കാത്ത മുതലാളിമാരുടെ അണ്ടിയാപ്പീസുകൾ ഞങ്ങൾ ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകും 100 ദിവസത്തിനുള്ളിൽ. ഇതായിരുന്നു അന്ന് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച LDF മുന്നോട്ട് വെച്ച മാനിഫെസ്റ്റോ, അന്ന് നടത്തിയ സമരത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. വർഷം 4.5 കഴിയുന്നു, ഒരു ഫാക്ടറി പോലും ഏറ്റെടുത്തിട്ടില്ല. ഈ ചവറയെക്കുറിച്ച് തന്നെ പറയാം. ചവറ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 1 ഡസനിലധികം ഫാക്ടറികളുണ്ട്. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ സബ്ജക്ട് കറക്ഷൻ, ഒരു ഫാക്ടറി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതും ഇപ്പോൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. ആ വ്യവസായ സ്ഥാപനങ്ങളിൽ അടക്കം പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ പോകുന്നത്. കയർ മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ഈ മേഖലയിലെ തൊഴിലാളികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും വളരെ വളരെ കൃത്യമായി അനുകൂലമായിട്ടുള്ള നിലപാട് UDF ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീ ആനന്ദലോട്ട് മാനന്ദന് മറുപടി ഉണ്ടോ? ഉണ്ടല്ലോ. ഈ സ്വകാര്യ മുതലാളിമാരുടെ കശുവണ്ടി ഫാക്ടറികൾ എടുത്തത് പോലും ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തിരിച്ചു കൊടുക്കാനാണ്. പോട്ടെ, സ്വകാര്യ മുതലാളിയുടെ അടുത്ത് വന്ന് പ്രവർത്തിക്കാൻ പകരം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഫാക്ടറികൾ പ്രവർത്തിക്കുന്നില്ലല്ലോ, വ്യവസായശാലകൾ അടച്ചുപൂട്ടുന്നുണ്ടല്ലോ, അതുകൂടി സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കുകയാണല്ലോ. അതാണല്ലോ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. BSNL മാത്രമല്ല, റെയിൽവേ വിൽക്കുകയാണ്, അതുപോലെ BPCL വിൽക്കുകയാണ്, സകല പൊതുമേഖല. ഇവിടുത്തെ എന്താ വിജയമോഹൻ മില്ലിൻ്റെ മുമ്പിൽ ഓണത്തിനായിട്ട് സമരം നടക്കുകയാണല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ കീഴിലുള്ളതാണല്ലോ. അത് അടച്ചുപൂട്ടി കിടക്കുകയല്ലേ. ഓരോ സ്ഥാപനവും ഇങ്ങനെ അടച്ചുപൂട്ടി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിനെതിരായി ഒരു വികാരം നിങ്ങൾക്കില്ലല്ലോ. നല്ല വികാരമുണ്ടോ? ഇവിടെ അതിന് പകരമായി കിഫ്ബിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചു. ആ കിഫ്ബിയെക്കുറിച്ച് അന്വേഷണം 16,000 പരം കോടി രൂപയുടെ പണികളിഞ്ചിന് പൂർത്തിയായി വരികയല്ലേ എല്ലാ മണ്ഡലങ്ങളിലും. അതല്ല ഈ MLA-മാരെല്ലാം അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് കമാന്ന് ഒരു അക്ഷരം മിണ്ടാതെ സുഖമായി കേട്ടിട്ടിരുന്ന് ഉറങ്ങിയത്. തൻ്റെ മണ്ഡലത്തിലെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് പരസ്യമായി ഇങ്ങനെ പറയുന്നെങ്കിൽ അവരവരുടെ മണ്ഡലങ്ങളിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടക്കുന്ന വികസന പ്രവർത്തനങ്ങളൊക്കെ പറയല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഈ ഇവർ പറഞ്ഞ് നടക്കുന്ന ഈ ആക്ഷേപങ്ങളുടെ പേര് പറഞ്ഞ് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ആരും സമാധാനം കൊള്ളണ്ട. എണ്ണി മറുപടി പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് പിന്തുണയോട് കൂടി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ജയിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണാൻ പോണ പൂരം ഇനി സമയം വളരെ കുറച്ചാണ്. ശ്രീ KM ഷാജഹാൻ, ചവറ മണ്ഡലത്തെക്കുറിച്ച് വലിയ ചോദ്യങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല ഇനി, അതുകൊണ്ടാണ്. അല്ല ഗോപീഷൻ, ചവറ മണ്ഡലത്തെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ചവറ മണ്ഡലത്തിൽ ഒരു വലിയ തെറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, ഒരു വലിയ അബറേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. ചവറ മണ്ഡലം എന്ന് പറയുന്ന ഒരു UDF മണ്ഡലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചവറ മണ്ഡലത്തിൽ ഷിബു ബേബി ജോൺ എന്ന് പറയുന്ന ഒരു നേതാവ്, കേരളത്തിൽ തന്നെ UDF-ലുള്ള ഏറ്റവും കരിസ്മയുള്ള നേതാവാണ് അദ്ദേഹം.
ഏറ്റവും കൂടുതൽ കരിസ്മയുള്ള നേതാവാണ് അദ്ദേഹം അവിടെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു മത്സരം പോലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അവിടെ ഉള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ശ്രീമാൻ NK പ്രേമേന്ദ്രൻ പറഞ്ഞു, അവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും വലിയ ഭീഷണിയിൽ, ഏറ്റവും വലിയ പ്രതിസന്ധിയിലും ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതെ പിന്നെ ഇരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഷിബു ബേബി ജോണിന് പിന്നെ പറയുന്ന ഹൃദയഭേദമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ഞാൻ TV-യിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ചവറയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാവുന്നില്ല. ചവറയിൽ എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം അനുസരിച്ച് ഷിബു ബേബി ജോൺ എന്തായാലും ഒരു 10,000-20,000 വോട്ടിനെങ്കിലും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അവിടെ ഭൂരിപക്ഷത്തിന്റെ ഏറ്റക്കുറച്ചിൽ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി, അഡ്വക്കേറ്റ് എസ് സുരേഷ്, ചവറയിൽ നിങ്ങൾക്ക് കഴിഞ്ഞ തവണ 10,276 വോട്ടാണ് M സുനിൽ NDA സ്ഥാനാർത്ഥി നേടിയത്. ചവറയിൽ നിങ്ങൾക്ക് നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ BJP നില മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ശ്രീ ഗോപികൃഷ്ണൻ, എനിക്ക് സമയം കിട്ടുമെന്നറിയില്ല, ശ്രീ ആനത്തലവട്ടം പറഞ്ഞപ്പോൾ ഞാനൊന്ന് കൈ ഉയർത്തിയിരുന്നു. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധവും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു. ശ്രീ ആനത്തലവട്ടം, അങ്ങ് ഇപ്പോൾ ഇന്ന് ഇരിക്കുമ്പോൾ അവിടെ ആ പാറശാലയിൽ വെള്ളറടയിൽ അനു എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട യുവാവിനെ കൊന്ന്, നിങ്ങളുടെ യെച്ചൂരിയുടെ അഭിപ്രായ പ്രകാരം മറ്റേ വെർമുലയെ കൊല്ലുന്ന സമയം, ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ആത്മഹത്യയല്ല കൊന്നതാണ് എന്ന് പറഞ്ഞതുപോലെ അനു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു യുവാവിനെ ഈ സർക്കാർ കൊന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തതിനെക്കുറിച്ച് അങ്ങ് വാചാലനാകുന്നത്. അങ്ങേക്കറിയാലോ, ഒരു ശിവരഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു SFI ഗുണ്ട PSCയിലെ സിവിൽ പോലീസ് സമയം എനിക്ക് വളരെ കുറവാണ്, താങ്കൾ ദയവായി ക്ഷമിക്കണം. കാരണം നമ്മൾ ഈ സബ്ജക്റ്റിൽ നിന്ന് പോയി അഡ്വക്കേറ്റ് സുരേഷ്, മാത്രമേ എനിക്ക് സമയം വളരെ കുറവാണ്, അതാണ് ഞാൻ ആ വിഷയത്തിലേക്ക് മാത്രം വന്നത്. നമുക്ക് പിന്നീട് ഒരിക്കൽ ഇനി അങ്ങോട്ട് രാഷ്ട്രീയ കാരണങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യാനുള്ളതാണല്ലോ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ഈ ചവറയുടെ കാര്യം പറയാനേ ഇല്ല, ഇടതു മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നൊരു പ്രവചനം KM ഷാജഹാൻ നടത്തിയിട്ടുണ്ട്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ശ്രീ ആനത്തലവട്ടമാനന്ദൻ, ചവറയിൽ CPM-ന്റെ, അതായത് പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമോ ഇത്തവണ? ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും. അവിടെ ഈ സാധാരണയിൽ ഇപ്പോൾ CMP ആണ് ഇവിടെ മത്സരിച്ചിരുന്നത്. CMP ഇപ്പോൾ CPM-ൽ ലയിച്ചു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി CPM-ൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ വരാൻ. വേറെ ആർക്കും ക്ലെയിം ഉള്ളതല്ല അവിടെ വരാനാണ് സാധ്യത. ശരി, ശ്രീ മത്സരിച്ചെന്ന് ആ CMP ഇപ്പോൾ CPM-ൽ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു വിജയൻ പിള്ള. ആ നിലയിൽ MLA ആയിരുന്നു. ആ നിലയിൽ ഇപ്പോൾ CPM-നാണ് ഇവിടെ മത്സരിക്കാൻ ഉള്ള സ്കോപ്പുള്ളത്. വേറെ ആർക്കും ക്ലെയിമുള്ള ഒരു മണ്ഡലം അല്ലാതെ. ശരി, ശ്രീ NK പ്രേമചന്ദ്രൻ, കൊല്ലത്ത് മറ്റൊരു CPM RSP ഏറ്റുമുട്ടലിന് വേദിയാകാൻ പോകുന്നു ചവറയിൽ. എന്താണ് ഇത്തവണ നിങ്ങളുടെ പ്രതീക്ഷ? നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ചവറയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സംഭവിച്ച സംഘടനാപരമായിട്ടുള്ള ചില പെശകുകളുണ്ട്, ഞങ്ങളത് വിലയിരുത്തിയിട്ടുണ്ട്. കാരണം അമിതമായ ആത്മവിശ്വാസം ഞങ്ങളെ വല്ലാതെ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ്. കാരണം 2 RSPകളും തമ്മിൽ യോജിക്കുകയും കോൺഗ്രസിനോടൊപ്പമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ചവറയിൽ വോട്ട് ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഒരു പ്രവർത്തനവും കൂടാതെ തന്നെ വലിയ രൂപത്തിൽ വിജയിക്കുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസം, പല കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിലയിരുത്തലിൽ ഞങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള അപജയങ്ങൾ, അതാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അബ്രേഷൻസ്. ആ അബ്രേഷൻസ് നല്ല കൃത്യതയോടുകൂടി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് പരിഹരിച്ച് കെട്ടുറപ്പോടെ ഐക്യത്തോടുകൂടി ഈ പ്രാവശ്യം പ്രവർത്തിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി, അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ചവറ ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി തിരിച്ച് മുന്നണിയുടെ ഭാഗമാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു ശരി. ഏതായാലും തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കടക്കാൻ പോവുകയാണ്. 3 മുന്നണികളെ പ്രതിനിധീകരിച്ചുള്ള നേതാക്കൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തു. ശ്രീ KM ഷാജഹാൻ, താങ്കൾ ഈ ചർച്ചയിൽ നടത്തിയിട്ടുള്ള പ്രവചനങ്ങളും നിരീക്ഷണങ്ങളും ഓൺ റെക്കോർഡാണ്. നമുക്ക് ഇനിയും വരും ദിവസങ്ങളിലും കൂടുതൽ കാര്യങ്ങൾ ചർച്ചകളിലേക്ക് കടക്കേണ്ടി വരും, കൂടുതൽ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരും. ഈ ചർച്ച സമഗ്രമായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, സമയപരിമിതി നമുക്കുണ്ടായിരുന്നു. കൂടുതൽ വിഷയങ്ങളിലേക്ക് നമുക്കിനി ചർച്ച കൊണ്ടുപോകേണ്ടതായി വരും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം കാണാം. ഗുഡ് നൈറ്റ്.